വൈജയന്തി ശോഭിത രാധാരമണ രാധാരമണ വൈജയന്തി ശോഭിത രാധാരമണ രാധാരമണ വനമാലി ഗിരിധാരി രാധാരമണ രാധാരമണ വനമാലി ഗിരിധാരി രാധാരമണ രാധാരമണ സംഗീത രസരസിക രാധാരമണ രാധാരമണ സംഗീത രസരസിക രാധാരമണ രാധാരമണ ഗിരിരാജ ഗോപാല രാധാരമണ രാധാരമണ ഗിരിരാജ ഗോപാല രാധാരമണ രാധാരമണ ഗിരിരാജ ഗോപാല രാധാരമണ രാധാരമണ ഗിരിരാജ ഗോപാല രാധാരമണ രാധാരമണ വൈജയന്തി ശോഭിത രാധാരമണ രാധാരമണ വൈജയന്തി ശോഭിത രാധാരമണ രാധാരമണ വനമാലി ഗിരിധാരി രാധാരമണ രാധാരമണ വനമാലി ഗിരിധാരി രാധാരമണ രാധാരമണ സംഗീത രസരസിക രാധാരമണ രാധാരമണ സംഗീത രസരസിക രാധാരമണ രാധാരമണ ഗിരിരാജ ഗോപാല രാധാരമണ രാധാരമണ ഗിരിരാജ ഗോപാല രാധാരമണ രാധാരമണ ഗിരിരാജ ഗോപാല രാധാരമണ രാധാരമണ ഗിരിരാജ ഗോപാല രാധാരമണ 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 യോऽന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാമ്നാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭഗവാനോട് ചേരുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ബ്രഹ്മത്തിനോട് ചേരുക, ബ്രഹ്മമായി തീരുക. ആ ആനന്ദത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് പലതരത്തിലുള്ള അഭിമാനങ്ങളാണ്. പലതരത്തിലുള്ള അഭിമാനം, പ്രധാനമായിട്ട് ശരീരാഭിമാനം, അതില്ലാണ്ടാവണം. ഗോപി വസ്ത്രാപഹാര ലീലയിലൂടെ അത് കാണിച്ചു. ശരീരാഭിമാനം ഇല്ലാണ്ടാക്കി കൊടുത്തു. പിന്നീട് ഉള്ളൊരഭിമാനമാണ് ജാത്യഭിമാനം. ഞാൻ ഇന്ന കുലത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇന്ന ജാതിയിൽപ്പെട്ടതാണ് എന്നുള്ള അഭിമാനം. ആ അഭിമാനം ഉണ്ടെങ്കിലും ഭഗവാനെ കിട്ടില്ല. അത് കാണിക്കുകയാണ് ആ കാലത്തുണ്ടായ ബ്രാഹ്മണർക്കുണ്ടായ ആ അഭിമാനം, ജാത്യഭിമാനം. അതില്ലാണ്ടാക്കി അടുത്ത ലീലയിലൂടെ. ഇനിയും പലതരത്തിലുള്ള അഭിമാനങ്ങൾ ഉണ്ടാവും. പദവിയോടുള്ള അഭിമാനം ഉണ്ടാവും. ഉദ്യോഗം, ഞാൻ എൻ്റെ ഉദ്യോഗം ആണ്, എനിക്ക് ഇത്ര രൂപ ശമ്പളം വാങ്ങുന്നുണ്ട്, എൻ്റെ കീഴിൽ ഇത്ര പേരുണ്ട്, അതും ഭഗവാനെ കിട്ടാൻ തടസ്സമാണ്. അങ്ങനെയുള്ളൊരു അഭിമാനം അത് ഇന്ദ്രനുണ്ട്. ആ ഇന്ദ്രന്റെ അഭിമാനം ഇല്ലാതെയാക്കിയ കഥയാണ് ഗോവിന്ദാഭിഷേകം. ഇന്ദ്രന്റെ ഗർവ് ഇല്ലാണ്ടാക്കിയ കഥ. അതാണ് നമുക്ക് ഇനി സ്മരിക്കാനുള്ളത്. 24-ാം അധ്യായം. ഈ അധ്യായത്തിൽ ചുരുക്കം ഇതാണ്: ഭഗവാൻ ഇന്ദ്രയാഗം മുടക്കുന്നതും ആ സ്ഥാനത്ത് ഗോവർദ്ധന പൂജ നടത്തിക്കുന്നതും ആണ് ഈ അധ്യായത്തിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ശ്രീശുക ഉവാച. ശ്രീശുകൻ കഥ തുടരുകയാണ്. ഭഗവാനപി തത്രൈവ ബലദേവേന സംയുതഃ അപശ്യൻ നിവസൻ ഗോപാൻ ഇന്ദ്രയാഗകൃതോദ്യമാൻ. ഏട്ടനായ ബലരാമനോടുകൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ
ഗോകുലത്തിൽ അങ്ങനെ കഴിയണ കാലത്ത് ഒരിക്കൽ അവിടെ ഗോപന്മാരെല്ലാവരും എന്തോ ഒരു വലിയൊരു യാഗത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യണത് ഭഗവാൻ കണ്ടു. എന്താന്നുള്ളത് ഭഗവാൻ അറിയാം. ഇന്ദ്രയാഗമാണ് ചെയ്യാൻ പോകുന്നതൊക്കെ ഭഗവാന് വ്യക്തമായിട്ട് അറിയാം. സർവജ്ഞനാണ് ഭഗവാൻ. അങ്ങനെ സർവജ്ഞനാണെങ്കിലും സർവദർശനനാണെങ്കിലും ആ ഭഗവാൻ ഒന്നും അറിയാത്തതുപോലെ വളരെ വിനയത്തോടുകൂടി അച്ഛനോടും അവിടെ കൂടിയിരിക്കുന്ന ഗോപന്മാരോടും വൃദ്ധരായിട്ടുള്ള ഗോപന്മാരോടും ഇങ്ങനെ ചോദിച്ചു. എന്താ ചോദിച്ചത്? കഥ്യതാം മേ പിതക്കോയം സംഭ്രമോവ ഉപാഗതഃ കിം ഫലം കസ്യ ചോദ്ദേശഃ കേന വാ സാധ്യതേ മഖഃ. കഥ്യതാം മേ പിതഃ, അല്ലയോ അച്ഛ, പറഞ്ഞാലും എന്ത് പറഞ്ഞാലും സംഭ്രമഃ, എന്താ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? എല്ലാവരും വളരെ വെപ്രാളപ്പെട്ടും കൊണ്ട് എന്തിനുള്ള പുറപ്പാടാണ്, എന്തിനാണ് ഈ ബദ്ധപ്പാടൊക്കെ, എന്താ ചെയ്യാൻ പോണത്? യാഗമാണോ? അങ്ങനെയാണെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഈ യാഗം ചെയ്യാൻ ഒരുങ്ങുന്നത്? ഈ യാഗത്തിന്റെ പ്രയോജനം എന്താണ്? ആരാണിത് നടത്താൻ പോകുന്നത്? അച്ഛാ, ഇതൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതങ്ങ് സദയം അങ്ങ് പറഞ്ഞു തന്നാലും എന്ന് ഭഗവാൻ വളരെ വിനയത്തോടുകൂടി ചോദിക്കുകയാണ്. നഹി ഗോപ്യം ഹി സാധൂനാം, അതും പറഞ്ഞു. അച്ഛാ, ഈ മഹാത്മാക്കളെ സംബന്ധിച്ച് മഹാന്മാർക്ക് ഗോപ്യമായ കാര്യം ഒന്നുമില്ലല്ലോ. അതാണ് കാരണം. മഹാന്മാരെ സംബന്ധിച്ച് അവർക്കൊന്നും രഹസ്യമായിട്ടില്ല. കാരണം തൻ്റെ ആളുകൾ, മറ്റവൻ്റെ ആളുകൾ, താനൊന്ന് വേറെ, മറ്റവനൊന്ന് വേറെ, ഇങ്ങനെ സ്വപരഭേദമൊന്നും ആർക്കില്ല, മഹാന്മാർക്കില്ല. ശത്രു മിത്രം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും അവർക്കില്ല. അതുകൊണ്ട് അവർക്ക് രഹസ്യമായിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് പറഞ്ഞു തന്നാലും. ജ്ഞാത്വാ ച കർമാണി ജനോയം അനുതിഷ്ഠതി വിദുഷഃ കർമ്മസിദ്ധി സ്യാത് തഥാ നാവിദുഷോ ഭവേത്. അച്ഛാ, ഈ ലോകത്ത് മനുഷ്യര് കാര്യം അറിഞ്ഞും അറിയാതെയും ഓരോ പ്രവൃത്തി ചെയ്യും. അറിഞ്ഞു പ്രവർത്തിക്കുന്നവന് ശരിയായ ഫലം ലഭിക്കും, അല്ലാത്തവർക്കോ ലഭിക്കൂല. ഉദ്ദേശം എന്തെന്നറിയണം, വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം കർമ്മം ചെയ്യാൻ. അതല്ലാതെ കർമ്മം ചെയ്താലോ അത് അബദ്ധമായിട്ട് തീരും. ഇത് ബോധിപ്പിക്കാനാണ് ഈ ഭാഗം തന്നെ. ഈ ധർമ്മം നിലനിൽക്കുന്നത് എവിടെയാണ്? ആചാരപ്രഭവോ ധർമ്മ. ആചാരങ്ങളിലൂടെയും, നോക്കൂ, ആചാരങ്ങളിലൂടെയാണ് ധർമ്മം ശോഭിക്കുക. ആചാരാനുഷ്ഠാനങ്ങളിലൂടെയാണ് ധർമ്മം നിലനിൽക്കുന്നത്. ആ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെയുള്ളതാവണം? അർത്ഥം അറിയാതെ ചെയ്യുന്ന ആചാരങ്ങളിലൂടെയല്ല, വാസ്തവം അറിഞ്ഞ് അർത്ഥം മനസ്സിലാക്കി ഇത് എന്തിനെന്ന് അറിഞ്ഞ് വ്യക്തമായി ചെയ്യുന്നതിലൂടെയാണ് ധർമ്മം നിലനിൽക്കുക. അതല്ലാണ്ട് ഉദ്ദേശം മനസ്സിലാക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾ, അങ്ങനെ ചെയ്യുന്ന കർമ്മം ചെയ്യുന്നവരെ വിളിക്കുന്ന പേര് തന്നെ കർമ്മഠന്മാർ എന്നാണ്. കാര്യം അറിയാതെ കർമ്മം ചെയ്യാം, ഓരോന്ന് ചെയ്യുന്നു, അത്ര തന്നെയുള്ളൂ. ഇതെന്തിനു ചെയ്യുന്നു ചോദിച്ചാൽ ഉത്തരമില്ല. ഇങ്ങനെയുള്ള രീതി ശരിയല്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയണത്. അത് എന്തെന്നുള്ളത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കാതെ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് അപകടമാണ് ഉണ്ടാവുക. അങ്ങനെയാണ് അനാചാരങ്ങളും ദുരാചാരങ്ങളും വന്നുപെടുന്നത്. അതുകൊണ്ട് അർത്ഥം അറിഞ്ഞിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യവ്യവസ്ഥിതൗ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തും ഇഹാർഹസി. അല്ലയോ അർജുന, നിനക്ക് അടിസ്ഥാന പ്രമാണം ശാസ്ത്രമായിരിക്കട്ടെ. ആ ശാസ്ത്രത്തെ ആധാരമാക്കി വേണം കർമ്മം ചെയ്യാൻ എന്ന് ഭഗവാൻ അർജുനനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ അറിവിന്റെ വെളിച്ചത്തിൽ വേണ്ടതേത് വേണ്ടാത്തതേത് എന്ന് നമുക്ക് തിരിച്ചറിയാനാവും. അതല്ലാതെ പലരും ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു, അങ്ങനെയായാൽ ശരിയല്ല എന്നർത്ഥം. താൻ ചെയ്യുന്ന കർമ്മം കൊണ്ട് ലോകത്തിന് ഉപദ്രവമുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഉപദ്രവമുള്ളതാണെങ്കിൽ നിർത്തണം. പണ്ട് മുതലേ ചെയ്യണുണ്ടെന്ന് പറഞ്ഞ് തുടരേണ്ട കാര്യമില്ല. മുത്തശ്ശനാണ് കുഴിച്ചത് കിണർ എന്ന് കരുതി ഉപ്പുവെള്ളമാണെങ്കിലോ വേറെ കിണർ കുഴിച്ച് കുടിക്കാം. അതല്ലാണ്ട് മുത്തശ്ശനോട് ബഹുമാനം ഉണ്ടെന്ന് കരുതി ആ ഉപ്പുവെള്ളം കുടിച്ചോളണമെന്നില്ല. പക്ഷേ ലോകത്തിന്റെ പൊതുവെ ഒരു സ്വഭാവം എന്ത് ചെയ്യുന്നു അത് അനുകരിക്കുക എന്നുള്ളതാണ്. മുമ്പേ ഗമിക്കുന്ന ഒരു ഗോവ് തന്റെ പറയല്ലോ ആണ്. മുന്നേ നടക്കുന്ന ആളെ എന്ത് ചെയ്തോ അത് ചെയ്യുക. പണ്ടങ്ങനെ പ്രസിദ്ധമായിട്ടൊരു കഥ തന്നെ സംസ്കൃതത്തിൽ പറയാറുണ്ട്. ഗതാനുഗതികോ ലോക ന ലോക പാരമാർത്ഥിക. ലോകര് സ്വതവേ അങ്ങനെയാണ്, ഗതാനുഗതിക. മുന്നേ പോണ ആൾ എന്ത് ചെയ്തോ അവരെ അനുകരിക്കുക, അത്രയേ ഉള്ളൂ. ആരും പരമാർത്ഥം ചിന്തിക്കാറില്ല എന്നാണ്.
ഗംഗാ സൈകതലിംഗേന നഷ്ടം മേ താമ്രഭാജനം. എന്തേ പറ്റിയെന്നാണെങ്കിൽ അതൊരു കഥയാണത്. ഒരു ഭിക്ഷു, ഒരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് കുറച്ച് കാശ് കയ്യിലുണ്ട്. അപ്പം അദ്ദേഹം തൻ്റെ ആ ചെമ്പ് പാത്രത്തിൽ, ആകെയുള്ളതൊരു ചെമ്പ് പാത്രം, അതിൽ കുറച്ച് നാണയങ്ങളും ഉണ്ട്, അതും കയ്യിലുണ്ട്. അദ്ദേഹം അതും കൊണ്ട് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഗംഗാതീരത്ത് വന്നു. ഗംഗയിൽ കുളിക്കാനായിട്ട് അദ്ദേഹം ഒരുങ്ങുന്നു. അപ്പം കയ്യിലുള്ള ഈ പാത്രം തൻ്റെ ആ ധനവും നഷ്ടപ്പെട്ടാലോ എന്ന് കരുതി, കള്ളന്മാർ വന്ന് കൊണ്ടുപോയാലോ എന്ന് കരുതി അദ്ദേഹം ഭദ്രമായിട്ട് എന്ത് ചെയ്തു, ആ ഗംഗയുടെ തീരത്ത് മണലുണ്ട്, ആ മണൽ കുഴിച്ചിട്ട് അതിൽ ഈ തൻ്റെ ആ പാത്രം വെച്ച് മൂടി. കുളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എവിടെ വെച്ചൊന്ന് മറന്നു പോവാതിരിക്കാൻ അദ്ദേഹം എന്ത് ചെയ്തു, ആ വെച്ച ദിക്കിലൊരു ശിവലിംഗം ഉണ്ടാക്കി. അപ്പം മനസ്സിലാവുമല്ലോ, ഈ ശിവലിംഗം വെച്ച ദിക്കിലാണ്, ഈ ശിവലിംഗം കാണുന്ന ദിക്കിലാണ് താൻ തൻ്റെ ധനം വെച്ചതെന്ന് മനസ്സിലാവുമല്ലോ എന്ന് കരുതി അദ്ദേഹം ഒരു ചിഹ്നമായിട്ട് ശിവലിംഗം ഉണ്ടാക്കി വെച്ചു. ഒന്ന് കേമായിട്ട് ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം കുളിക്കാനായിട്ട് പോയി. ഈ ശിവലിംഗം ഉണ്ടാക്കി വെക്കുന്നത് അവിടെ കൂടിയിരുന്ന 2-3 പേര് കണ്ടു. ഈ യോഗ്യനായിട്ടുള്ള ആളെ കുളിക്കുന്നതിന്റെ മുന്നേ നോക്കുമോ, ശിവലിംഗം ഉണ്ടാക്കി വെച്ചിട്ടാണ് കുളിക്കുന്നത്, അതുകൊണ്ട് ഈ ഗംഗയിൽ കുളിക്കുന്നതിന്റെ മുന്നേ ആയിട്ട് എല്ലാവരും ശിവലിംഗം ഉണ്ടാക്കണം എന്ന് അവർ ധരിച്ചു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞില്ലേ 10-12 പേര് വന്നു. അവരോടൊക്കെ കേമായിട്ട് എല്ലാവരും ശിവലിംഗമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും വാദ്യാന്മാരൊക്കെ എത്തി ശിവലിംഗം ഉണ്ടാക്കേണ്ട രീതി പറഞ്ഞു കൊടുക്കാൻ, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പ്രദക്ഷിണം വെക്കണം, പൂജ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായിട്ട് പരിപാടി തുടങ്ങി. എന്തിനു പറയണു, പാവം ഈ ഭിക്ഷു കുളി കഴിഞ്ഞ് വരുന്ന സമയത്ത് ആയിരക്കണക്കിന് ശിവലിംഗങ്ങളാണ് ആ ഗംഗാതീരത്ത് കണ്ടത്. അദ്ദേഹം പറയാണ്, കഷ്ടം, ഈ ശിവലിംഗം കാരണം നഷ്ടം മേ താമ്രഭാജനം, എൻ്റെ ധനം നഷ്ടപ്പെട്ടല്ലോ, എൻ്റെ ഈ പാത്രം പോയല്ലോ എന്ന് അദ്ദേഹം ദുഃഖിക്കുകയാണ്. ഇതാണ് ലോകത്തിന്റെ സ്വഭാവം. എന്ത് ചെയ്തു അത് ചെയ്യുക. പലപ്പോഴും പറയാറുള്ളൊരു കഥ ഉണ്ടല്ലോ, ശ്രാദ്ധത്തിന് പൂച്ചയെ അടച്ചു വെച്ച കഥ. എല്ലാവർക്കും അത് അറിയാം, അതുകൊണ്ടത് വിസ്തരിക്കുന്നില്ല. ലോകത്തിൽ അങ്ങനെയാണ് അധികം സ്വഭാവം. എന്തിന് ചെയ്യണമെന്ന് ആലോചിക്കാറില്ല, ഈ ചെയ്യണതിൻ്റെ യുക്തി അന്വേഷിക്കാറില്ല. പലരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്ന ആചാരങ്ങൾ അത് ശരിയല്ല, അറിഞ്ഞു വേണം ചെയ്യാൻ എന്ന് ബോധിപ്പിക്കാനാണ് ഈ കഥ തന്നെ. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയാണ്, അതുകൊണ്ട് അച്ഛാ, ഇത് ചെയ്യണതിൻ്റെ യുക്തി ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ, കാര്യം നേരെ അങ്ങ് പറഞ്ഞു തന്നാലും എന്ന് ഭഗവാൻ വിനയത്തോടു കൂടി പറഞ്ഞു. അത് കേട്ട സമയത്ത് നന്ദര് പറഞ്ഞു കൊടുക്കുകയാണ്. പർജന്യോ ഭഗവാനിന്ദ്രോ മേഘാഃ തസ്യ ആത്മമൂർത്തയഃ തേഭിവർഷന്തി ഭൂതാനാം പ്രീണനം ജീവനം പയഃ. ദേവേന്ദ്രൻ വർഷത്തിന്റെ അധിപതിയാണ്. പർജന്യ ദേവതയായിട്ടാണ് ഇന്ദ്രനെ കണക്കാക്കാറ്. ആ ഇന്ദ്രന്റെ മൂർത്തികളാണ്, ഇന്ദ്രന്റെ സ്വരൂപങ്ങളാണ് മേഘങ്ങൾ. ആ മേഘങ്ങളാണ് പ്രാണികളുടെ, ജീവജാലങ്ങളുടെ ജീവനമായ ജലത്തെ വർഷിക്കുന്നത്. മഴ പെയ്ക്കുന്നത് മേഘങ്ങളാണല്ലോ. ഈ ജലം കാരണമല്ലേ ഇവിടെ ജീവജാലങ്ങൾ സ്വസ്ഥമായിട്ട് കഴിയുന്നത്. ജലം ഇല്ലെങ്കിൽ പറ്റുമോ? ജലം ജീവനമിത്യാഹുഹു, ഒരു ചൊല്ല് തന്നെ ഉണ്ട്, ജലം ജീവനമിത്യാഹുഹു. ജലം എന്ന് പറഞ്ഞാൽ ജീവനം എന്നാണ് അർത്ഥം. ജീവിക്കാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സംഗതിയാണ് ജലം. അപ്പൊ ഈ ജലം ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താ? ഈ മഴ പെയ്യിക്കണത് ഇന്ദ്രനല്ലേ. അതുകൊണ്ട് ഈ മഴ പെയ്യിക്കുന്ന ഇന്ദ്രനെ, കൃഷ്ണ, നമ്മൾ ആരാധിക്കുന്നു. ഇത് വർഷം തോറും നടക്കാറുണ്ട്. നീ ചെറിയ കുട്ടിയായതുകൊണ്ട് ശ്രദ്ധയിൽ പെടാഞ്ഞിട്ടാണ്. ഇന്ദ്രനെ ആരാധിച്ച് ആ ഇന്ദ്രയാഗം കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സ്വസ്ഥമായിട്ട് കഴിയും. ആ യാഗശേഷം കൊണ്ട്, യാഗത്തിൻ്റെ ബാക്കിയുള്ള സംഭാരങ്ങളെ കൊണ്ട്, അവശിഷ്ടങ്ങളെ കൊണ്ട് നമ്മൾ ഉപജീവനം നയിക്കുന്നു. നമ്മുടെ കൃഷി മുതലായിട്ടുള്ള പ്രയത്നത്തിന് ഫലം നൽകുന്നത് ആ ഇന്ദ്രനാണ്. ഇങ്ങനെയുള്ള ഇപ്രകാരം പരമ്പരാപ്രാപ്തമായ ഈ ധർമ്മത്തെ കാമം കൊണ്ടോ ലോഭം കൊണ്ടോ ഭയം കൊണ്ടോ ദ്വേഷം കൊണ്ടോ മുടക്കുന്നത്, അല്ലെങ്കിൽ ഈ ധർമ്മത്തെ നിരസിക്കുന്നത് നല്ലതല്ല. അത് നമുക്ക് ദോഷം ചെയ്യും എന്ന് നന്ദര് പറയാണ്. യ ഏവം വിസൃജേ ധർമ്മം പാരമ്പര്യാഗതം നര കാമാത് ലോഭാത് ഭയാത് ദ്വേഷാത് സവൈ നാപ്നോതി ശോഭനം. ഇത് നമുക്കുള്ളൊരു സന്ദേശമാണ്. ധർമ്മം നഷ്ടപ്പെടുന്നത് എവിടെയാണ്? കാമം ഉണ്ടാവുമ്പം, ലോഭം ഉണ്ടാവുമ്പം, ഭയം ഉണ്ടാവുമ്പോൾ, അതുപോലെ ദ്വേഷം വരുമ്പോഴൊക്കെയാണ് ധർമ്മത്തിന് ച്യുതി വരിക. നമ്മുടെ സ്വധർമ്മം നഷ്ടപ്പെടുന്നത് അവിടെയൊക്കെയാണ്. അതുകൊണ്ട് ഒരു സാധകൻ ശ്രദ്ധിക്കണം.
ഇവിടെ മംഗളം ആഗ്രഹിക്കുന്നവൻ, ശ്രേയസ് ആഗ്രഹിക്കുന്നവൻ ശ്രദ്ധിക്കണം. ഒരു കാരണത്താലും ധർമ്മം വിട്ടുപോകരുത് എന്നുള്ളൊരു സന്ദേശമാണ് ഈ ശ്ലോകം നമുക്ക് നൽകുന്നത്. നന്ദഗോപരുടെയും മറ്റ് വൃദ്ധന്മാരായിട്ടുള്ള ഗോപന്മാരുടെയും അഭിപ്രായമൊക്കെ ഭഗവാൻ കേട്ടു. ആ ഭഗവാൻ ഇന്ദ്രനെ ഒന്ന് കോപിപ്പിക്കണമെന്ന് കരുതി, ഇന്ദ്രന്റെ ഗർവൊന്ന് ശമിപ്പിക്കണം എന്ന് കരുതി അച്ഛനോട് ഇപ്രകാരം പറഞ്ഞു. എന്താ ഭഗവാൻ പറയണത് നോക്കാം. കർമ്മണാജായതേ ജന്തുഃ കർമ്മണൈവ വിലീയതേ സുഖം ദുഃഖം ഭയം ക്ഷേമം കർമ്മണൈവാഭിപദ്യതേ. എന്താ ഭഗവാൻ പറയണത്? ഭഗവാൻ പറയാണ്, ഇവിടെ ജീവജാലങ്ങള് സ്വകർമ്മഫലമായിട്ടാണ് ജനിക്കുന്നത്, ജീവിക്കുന്നതും അങ്ങനെ തന്നെ. സുഖങ്ങളും ദുഃഖങ്ങളും ഭയങ്ങളും, ഇനി അഭയം ഉണ്ടെങ്കിൽ അതും ഒക്കെ അനുഭവിക്കുന്നത് അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് തന്നെയാണ്. അസ്തി ചേതീശ്വര കശ്ചിത് ഫലരൂപ്യന്യകർമ്മണം കർത്താരം ഭജതേ സോപി ന ഹ്യകർത്തുഹു പ്രഭുർഹിസ. അച്ഛാ, ഇനി ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ, നമുക്ക് ഏറ്റവും വലിയ നിരീശ്വരവാദി ഭഗവാനാണ്. ഭഗവാൻ പറയാണ്, അസ്തി ചേത് ഈശ്വര കശ്ചിത്, ഇനി ഒരു ഈശ്വരൻ ഉണ്ട് എങ്കിൽ അച്ഛാ, അന്യരുടെ കർമ്മങ്ങൾക്ക് ഫലം നൽകുന്നവനായിട്ട് ഒരു ഈശ്വരൻ ഉണ്ട് എന്ന് വെക്കുക. അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ ആ ഈശ്വരൻ കർത്താരം ഭജതേ, കർമ്മം ചെയ്യുന്നവനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടെന്നാൽ അകർത്തുഹു പ്രഭുഹു ന ഹി, ആ ഈശ്വരൻ കർമ്മം ചെയ്യാത്തവന് ഫലദാനം ചെയ്യാൻ ശക്തനല്ലല്ലോ. ഇതാണ് ഇവിടെ ഭഗവാൻ ചോദിക്കുന്നത്. അന്യരുടെ കർമ്മത്തിന് ഫലദാതാവായിട്ടൊരു ഈശ്വരൻ ഉണ്ടെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഈശ്വരനും കർമ്മം ചെയ്യുന്നവനെ, അതായത് കർമ്മകർത്താവിനെ ആശ്രയിച്ചിരിക്കുന്നു. കർമ്മം ചെയ്യാത്തവന് ഫലം കൊടുക്കാൻ ആ ഈശ്വരൻ ആളല്ല. ഇവിടെ ഓരോന്നും പൂർവജന്മ സംസ്കാരത്താൽ ഇവിടെ ഓരോന്നും ചെയ്യുന്നവരും സ്വകർമ്മഫലം അനുഭവിച്ചു പോരുന്നവരുമായ മനുഷ്യർക്ക് അവരുടെ കർമ്മത്തെയോ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന കർമ്മഫലത്തെയോ മാറ്റാൻ അസമർത്ഥനായ, മാറ്റാൻ സാധിക്കാത്ത ആ ഇന്ദ്രനെ കൊണ്ട് എന്ത് കാര്യം? അങ്ങനെ ഒരു ഇന്ദ്രനെ എന്തിനു പൂജിക്കണം? കർമ്മം ചെയ്താൽ അതിന്റെ ഫലം ഇല്ലാണ്ടിയാക്കാൻ ഈശ്വരന് സാധിക്കില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കർമ്മഫലദാതാവ്, അത്രയേ ഉള്ളൂ. നമ്മൾ കർമ്മം ചെയ്താൽ അതിനുള്ള ഫലം എടുത്തു തരുന്ന ആളാണ് ഭഗവാൻ. സൽക്കർമ്മം ചെയ്താൽ അതിനുള്ള ഫലം എടുത്തു തരും, സന്തോഷം സമാധാനം അനുഭവിക്കാം. ദുഷ്കർമ്മം ചെയ്താൽ അതിനുള്ള ഫലം എടുത്തു തരും, ദുഃഖം അതനുഭവിക്കാം. കർമ്മത്തിന്റെ ഫലം എടുത്തു തരുന്ന ആള്, അത്രയേ ഉള്ളൂ. ഒരു കർമ്മം ചെയ്തിട്ട് അതിന്റെ ഫലം ഇല്ലാണ്ടിയാക്കാൻ ഭഗവാന് സാധിക്കുമോ? ചായയില് പഞ്ചസാര ഇട്ടു, എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്ത്? മധുരം ഉണ്ടാവരുതേ. പറ്റുമോ? മധുരം ഇഷ്ടല്ലെങ്കിൽ ആ ചായയിൽ പഞ്ചസാര ഇടാണ്ടിരിക്കായിരുന്നു, അത്രയേ ഉള്ളൂ. കർമ്മം തന്നെയാണ് ഈശ്വരൻ. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് എന്റെ അഭിപ്രായം എന്താന്ന് ചോദിച്ചാൽ, അച്ഛാ, തസ്മാത് സംപൂജയേത് കർമ്മ സ്വഭാവസ്ഥ സ്വകർമ്മകൃത് അഞ്ജസ യേന വർത്തേത തദേവാസ്യ ഹി ദൈവതം. സ്വധർമ്മം എന്നാണ്, തന്റെ ആ കർമ്മത്തെ തന്നെ ആരാധിക്കണം. ആ കർമ്മം തന്നെയാണ് ദൈവം. അതാണ് അച്ഛാ എന്റെ അഭിപ്രായം. അതുകൊണ്ട് പൂജിക്കേണ്ടത് എന്തിനെയാണ്? കർമ്മത്തിനെയാണ്. ആ കർമ്മം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യൂ. എന്താണോ നമുക്ക് സ്വധർമ്മം കിട്ടിയത്, നമ്മളിൽ വന്നുപെട്ട ആ ധർമ്മം നമ്മൾ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അതന്നെയാണ് ഗീതയിലൊക്കെ എടുത്തു പറയണത്. സ്വകർമ്മണാതമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. സ്വകർമ്മം കൊണ്ട്, അത്രയേ വേണ്ടൂ, ഭഗവാനെ അർച്ചിക്കുക. അത് തന്നെയാണ് ഏറ്റവും വലിയ പൂജ. മറ്റ് ക്രിയാകലാപങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അപ്പൊ മറ്റു പൂജകളും യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ എന്തിനു ചോദിച്ചാൽ ഇതിലേക്ക് നയിക്കാൻ അതൊക്കെ സഹായിക്കുമെങ്കിൽ നല്ലത്, അത്രയേ ഉള്ളൂ. എല്ലാ കർമ്മങ്ങളും ഈശ്വര പൂജ പോലെ ചെയ്യാൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൂജ, യാഗം, യജ്ഞമൊക്കെ ചെയ്യുന്നത്. അതിന്റെ പിന്നിലുള്ള ഭാവന ഇതാണ്. ദേഹാനുച്ചാവചാൻ ജന്തുഃ പ്രാപ്യോത്സൃജതി കർമ്മണ ശത്രുഃ മിത്രമുദാസീനഃ കർമ്മൈവ ഗുരുരീശ്വര. അപ്പോ പ്രധാനം കർമ്മം തന്നെയാണെന്ന് പറയാണ്. ശാസ്ത്രങ്ങളൊക്കെ പറയും, യാദൃശം ഗുരുതേ കർമ്മ താദൃശം ഫലമശ്നുതേ എന്നാണ്. എങ്ങനെയുള്ള കർമ്മമാണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഫലം, അതിനനുസരിച്ചിട്ടുള്ള ഫലം അനുഭവിക്കേണ്ടി വരും. ജീവൻ സ്വകർമാനുസാരം ഉത്കൃഷ്ടങ്ങളോ നികൃഷ്ടങ്ങളോ ആയ ശരീരങ്ങളെ പ്രാപിക്കും. ചെയ്ത കർമ്മത്തിനനുസരിച്ച് ഉപേക്ഷിക്കും. അപ്പോൾ പ്രധാനം എന്താണ്? കർമ്മം തന്നെയാണ്. കർമ്മം തന്നെയാണ് ശത്രുവും മിത്രവും ഗുരുവും ഈശ്വരനും ഒക്കെ ആ കർമ്മം തന്നെ.
ഇതാണ് അച്ഛ എൻ്റെ അഭിപ്രായം. പിന്നെ അവിടെ ഭഗവാൻ വർണ്ണധർമ്മങ്ങളെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എത്രയോ തവണ ഇവിടെ നമ്മൾ അത് കേട്ടു. വിപ്രന്റെ ധർമ്മം വേദാധ്യയനമാണ്, ക്ഷത്രിയരുടെ ധർമ്മം രാജ്യരക്ഷയാണ്, വൈശ്യന്റെ ധർമ്മം വ്യാപാരമാണ്, ശൂദ്രന്റെ ധർമ്മം ദ്വിജസേവയാണ്. അച്ഛാ, അതുകൊണ്ട് നമ്മൾ വൈശ്യരാണല്ലോ, വൈശ്യന്മാരുടെ ധർമ്മം അതുകൊണ്ട് കൃഷി, കച്ചവടം, കാലി വളർത്തല്, പണം പലിശയ്ക്ക് കൊടുക്കല്, ഇതൊക്കെയാണ് വൈശ്യവൃത്തികൾ. അതിൽ തന്നെ അച്ഛാ നമ്മൾ ഗോരക്ഷ കൊണ്ട് ജീവിച്ചു പോരുന്നവരല്ലേ. ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പ്രകൃതിയുടെ ധർമ്മമാണത്. അവിടെ ഒരു ഈശ്വരൻ വന്നൊന്നും ചെയ്യല്ല. സത്വരസ്തമസ്സുകളാണ് പ്രപഞ്ചത്തിന്റെ ജന്മസ്ഥിതി നാശഹേതുക്കള്. രജപ്രേരിതരായിട്ട് മേഘങ്ങൾ വർഷിക്കുന്നു. മേഘങ്ങളൊക്കെ രാജസഭാവത്താൽ പ്രേരിപ്പിക്കപ്പെട്ട് ജലം വർഷിക്കുന്നു. അതുമൂലം ജീവജാലങ്ങൾക്ക് ഇതാ വേണ്ടതൊക്കെ കിട്ടി. ഇതിലിപ്പോ ഇന്ദ്രൻ എന്താ ചെയ്യണത്? അതാണ് ഭഗവാൻ ചോദിക്കുന്നത്. ഇത് പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്. അതിൽ ഇന്ദ്രൻ എന്താ റോള്? അതെനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ. മഹേന്ദ്ര കിം കരിഷ്യതി, ഇതിലിപ്പോ ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് അച്ഛാ, എനിക്ക് പറയാനുള്ള കാര്യം, നമുക്ക് നഗരങ്ങളോ ജനപദങ്ങളോ ഗ്രാമങ്ങളോ ഗൃഹങ്ങളോ ഒന്നുമില്ല. നമ്മൾ വനവാസികളാണ്. നമ്മൾ ഈ കാട്ടിലും മേട്ടിലൊക്കെ ജീവിച്ചു പോരുന്നവരാണ്. നമ്മൾ ഈ പശുക്കളെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. നമ്മൾ ഈ ഗോവർദ്ധന പർവ്വതത്തെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. നമ്മൾ ഈ കാടിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പതാ യാഗത്തിൽ ഇന്ദ്രന് സമർപ്പിക്കാൻ വെച്ച ആ യാഗ ഭാഗം, ആ അപ്പും അടയും പരിപ്പും പപ്പടും മുറുക്കും നെയ്യും തൈരും പായസം, ഇതൊക്കെ ഇവിടെയുള്ള സജ്ജനങ്ങൾക്ക് കൊടുക്കൂ, പശുക്കൾക്ക് കൊടുക്കൂ. ഈ പ്രകൃതിയെ അല്ലേ പൂജിക്കേണ്ടതെന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. തസ്മാത് ഗവാം ബ്രാഹ്മണാനാം അദ്രേശ്ചാരഭ്യതാം മഖ യ ഇന്ദ്രയാഗ സംഭാരാസ്തൈരയം സാധ്യതാം മഖ. ഗോപൂജയാണ് വേണ്ടത്, ഗോവർദ്ധന പൂജയാണ് വേണ്ടത്, പ്രകൃതി പൂജയാണ് വേണ്ടത്. ഇതാണ് സാരം. പ്രകൃതിയെ പൂജിക്കുക. പ്രകൃതിയെ പൂജിക്കുക പറഞ്ഞാൽ, ഗോപൂജ എന്നൊക്കെ പറഞ്ഞാൽ പശുവിന് മാല ചാർത്തി കർപ്പൂരം ഒഴിയ, അത് മാത്രല്ല. അത് നമ്മൾ സിംബോളിക്കലി കാണിക്കുന്നതേ ഉള്ളൂ. ശരിക്കും ഗോപൂജ പറഞ്ഞാൽ പശുവിനെ നോക്കുക, അതിന് ധാരാളം പുല്ലും വെള്ളം കൊടുക്കുക, അതിനെ സ്നേഹിക്കുക. ഗോവർദ്ധന പൂജ പറഞ്ഞാൽ ഗോവർദ്ധന ആരതി ആവാം, തെറ്റൊന്നുമില്ല. പക്ഷേ അതിനെ സംരക്ഷിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, അതാണ് പ്രകൃതി പൂജ. അമ്മയെ പൂജിക്കുക പറഞ്ഞാൽ അമ്മയെ ഇരുത്തി കർപ്പൂരം ഒഴിയുക ആണോ? അങ്ങനെ ചെയ്യാൻ തെറ്റൊന്നുമില്ല. പക്ഷെ പ്രധാനം ആ അമ്മയെ അനുസരിക്കുക, അമ്മയ്ക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, അമ്മയെ സന്തോഷിപ്പിക്കുക. ഇതുപോലെ പ്രകൃതിയെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ ആദരിക്കുക, സന്തോഷിപ്പിക്കുക. ഇതാണ് ഇവിടുത്തെ സാരം. ഈ ഒരു ഭാവന ഉണ്ടെങ്കിൽ പാറ പൊട്ടിക്കാൻ തോന്നൂ, മണ്ണെടുക്കാൻ തോന്നൂ, മണൽ വാരാൻ തോന്നൂ. ഇതൊക്കെയാണ് ഭഗവാൻ കാണിച്ചു തരുന്ന കാര്യങ്ങൾ. ഇവിടെ എടുത്തു പറയും ചെയ്തു. അതുകൊണ്ട് ഈ സംഭാരങ്ങളൊക്കെ കൊടുക്കേണ്ടത് അച്ഛാ, അന്യേഭ്യശ്ച അശ്വചാണ്ടാളപതിദേഭ്യോ യഥാർഹത യവസം ച ഗവാം ദത്വാ ഗിരയേദീയതാം ബലി. പാവങ്ങൾക്ക് കൊടുക്കൂ, ദരിദ്രർക്ക് കൊടുക്കൂ, ഭ്രഷ്ടന്മാർക്ക് കൊടുക്കൂ. ആശ്വചാണ്ടാള പതിദേഭ്യോ യഥാർഹത, ആരെയും ഭഗവാൻ ഒഴിവാക്കിയിട്ടില്ല. നായിക്കും നായാടിക്കും സകലർക്കും ആഹാരം കൊടുക്കൂ. യവസം ച ഗവാം ദത്വ, പശുക്കൾക്ക് നല്ല പുല്ല് കൊടുക്കൂ. അങ്ങനെ ഈ ഗോവർദ്ധനത്തെ ആരാധിക്കൂ. പിന്നെ ഭഗവാൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. വാദ്യരായിട്ട് ഭഗവാൻ തന്നെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഗോവർദ്ധനത്തെ പ്രദക്ഷിണം വെക്കണം. പ്രദക്ഷിണം ച കുരുത ഗോവിപ്രാനല പർവ്വതാൻ. ഈ ബ്രാഹ്മണരെയും അഗ്നിയെയും ഗോവർദ്ധനത്തെയും എല്ലാവരും പ്രദക്ഷിണം ചെയ്യുക. ഇതാണ് അച്ഛാ എൻ്റെ അഭിപ്രായം എന്ന് ഭഗവാൻ തൻ്റെ അഭിപ്രായം അവിടെ പറഞ്ഞു. ഏതൻ മമ മതം താതാ, അച്ഛാ എൻ്റെ മതം, എൻ്റെ അഭിപ്രായം ഇതാണ്. ക്രിയതാം യതിരോചതേ. അപ്പോൾ അവിടെ ഒരു കടുംപിടുത്തം ഭഗവാനില്ല. ഭഗവാന്റെ രീതി എപ്പോഴും ഇങ്ങനെയാണ്. യഥേച്ഛസി തഥാ ഗുരു എന്ന് ഉപദേശം മുഴുവൻ കഴിഞ്ഞപ്പം അർജുനോട് പറയാണ്, നിനക്കിഷ്ടമുള്ളതുപോലെ ചെയ്തു, ഞാൻ പറഞ്ഞോന്നേ ഉള്ളൂ. ഇതുപോലെ ഇവിടെയും അച്ഛാ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞോന്നേ ഉള്ളൂ, അച്ഛൻ ആലോചിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്യൂ. നന്ദരി ഈ വാക്കൊക്കെ കേട്ടു. ഭഗവാൻ അധികം പ്രായമൊന്നുമില്ല, 7 വയസ്സ് പ്രായമേ ഉള്ളൂ. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല കാര്യമാണ്, സ്വീകരിക്കേണ്ടത് തന്നെയാണ് എന്ന് നന്ദർക്ക് തോന്നി. ഇതാണ് നമ്മളും പഠിക്കേണ്ട പാഠം. നമ്മളെക്കാൾ പ്രായം കുറവാണോ എന്നൊന്നും നോക്കണ്ട, പറയണ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അത് വേണ്ടതാണെങ്കിൽ സ്വീകരിക്കുക.
ഇനി വലിയ യോഗ്യനായിട്ട് ആളുകളൊക്കെ സമ്മതിച്ച ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, യുക്തിക്ക് നിരക്കാത്തതാണ് പറയണതെങ്കിലോ സ്വീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് യോഗവാസിഷ്ഠം പറയും, യുക്തിയുക്തമുപാദേയം വചനം ബാലഗാദപി. യുക്തിക്ക് നിരക്കണതാണെങ്കിൽ വചനം ബാലഗാദപി, ബാലകന്മാരിൽ നിന്നും കൊച്ചു പയ്യന്മാരിൽ നിന്നും കാര്യം കേൾക്കണം, അതനുസരിക്കണം. അന്യതൃണമിവ ത്യാജ്യം അപ്യുക്തം പത്മജന്മന. അന്യത് തൃണമിവ ത്യാജ്യം. ഇനി പത്മജന്മന എന്ന് പറഞ്ഞ ബ്രഹ്മാവ്, വലിയ ബ്രഹ്മാവാണ് പറയണതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യുക്തിക്ക് നിരക്കാത്തതാണെങ്കിൽ തൃണമിവ ത്യാജ്യം, പുല്ല് പോലെ കളയണം എന്നാണ്. ഇവിടെ 7 വയസ്സ് കുട്ടിയാണ് ഭഗവാൻ. പക്ഷെ ഭഗവാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി ആര്? ഈ നന്ദഗോപര്. അത് സ്വീകരിച്ചു. ബ്രാഹ്മണരെ കൊണ്ട് സ്വസ്തിയനം ചൊല്ലിച്ചു. സംഭരിച്ച ദ്രവ്യങ്ങളെ കൊണ്ട് ബ്രാഹ്മണർക്കും ഗോവർദ്ധനത്തിനും നിവേദ്യം സമർപ്പിച്ചു. പശുക്കൾക്കൊക്കെ ധാരാളം പുല്ല് കൊടുത്തു. പശുക്കളെയൊക്കെ മുന്നിൽ നടത്തിക്കൊണ്ട് ആ പർവ്വതത്തിന് പ്രദക്ഷിണം ചെയ്തു. ഗോപസ്ത്രീകളും ഗോപന്മാരൊക്കെ കേമായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച്, പട്ടുവസ്ത്രമൊക്കെ ധരിച്ച് വണ്ടികളിലൊക്കെ കയറി കേമായിട്ട് ഭഗവാന്റെ പാട്ടുകളൊക്കെ പാടി ഭഗവാനെ കീർത്തിച്ചും കൊണ്ട് സഞ്ചരിച്ചു. ഭഗവാൻ പറഞ്ഞത് കേട്ട് ഗോപന്മാരൊക്കെ ഭഗവാൻ ഉപദേശിച്ചതുപോലെ തന്നെ എല്ലാം വൃത്തിയിൽ ചെയ്തു. അവിടെ കൂടിയിരിക്കുന്ന ഗോപന്മാർക്കൊക്കെ ഒരു വിശ്വാസം ഉണ്ടാവട്ടെ എന്ന് കരുതി, അവർക്കൊക്കെ ഒരു വിശ്വാസം ജനിക്കത്തക്ക വിധം ഭഗവാൻ ഒരു രൂപം സ്വീകരിച്ചു. ഒരു വലിയ രൂപം സ്വീകരിച്ചിട്ട് ആ ഭഗവാൻ ആ ഗോവർദ്ധനത്തിന് സമർപ്പിച്ച നിവേദ്യമൊക്കെ എടുത്ത് ഭക്ഷിച്ചു. ഞാൻ തന്നെയാണ് ദാ ഗോവർദ്ധന രാജാവ് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. ഗോവർദ്ധന ദേവത ദാ ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ തന്നെ എന്ത് ചെയ്തു? വേറൊരു രൂപം സ്വീകരിച്ചും കൊണ്ട് ആ നിവേദ്യം, അപ്പും അടയും ഒക്കെ എടുത്ത് കഴിക്കുകയും ചെയ്തു. അതോടുകൂടി ഗോപന്മാർക്കും വലിയ വിശ്വാസമായി. ആ ഗോപന്മാരെ കൂടിരിക്കുന്ന ഭഗവാൻ ഉറക്കെ വിളിച്ചു പറയും ചെയ്തു, നോക്കൂ, ദാ കണ്ടില്ലേ, ഈ ശൈലം, ഈ പർവ്വതം രൂപം ധരിച്ചു വന്ന് നമ്മളെയൊക്കെ അനുഗ്രഹിച്ചു. ഇതിന്റെ മുന്നൊക്കെ നമ്മൾ ദേവേന്ദ്രൻ എത്ര കാലമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് വന്ന് കഴിച്ചുവോ? നമ്മളെ അനുഗ്രഹിച്ചോ? ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അവിടെ ഉള്ളവരൊക്കെ അത് ആശ്ചര്യത്തോടു കൂടി നോക്കി നിന്നു. ഭഗവാൻ ആ ഗോവർദ്ധന ദേവതയെ നമസ്കരിച്ചു. അത് അവർക്കൊക്കെ ഒരു മാതൃകയായി. അവരൊക്കെ ഭഗവാൻ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ അവരൊക്കെ ആ ഗോവർദ്ധന ദേവതയെ നമസ്കരിച്ചു, ആ പർവ്വതത്തെ നമസ്കരിച്ചു. ഈ ഗോവർദ്ധനമാണ് നമ്മുടെ പരദേവത എന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ ആ ഗോവർദ്ധനത്തെ നമസ്കരിക്കുന്നു. ഗോപന്മാരും ആ ഗോപബാലന്മാരും ഗോപസ്ത്രീകളൊക്കെ നമസ്കരിച്ചു. ഇങ്ങനെ യഥാവിധി വളരെ വൃത്തിയിൽ ഗോവർദ്ധന പൂജ ഗോപന്മാരൊക്കെ നിർവഹിച്ച ശേഷം കൃഷ്ണന്റെ കൂടെ കൃഷ്ണനോടൊരുമിച്ച് അവരിതാ വ്രജത്തിലേക്ക്, ഗോകുലത്തിലേക്ക് മടങ്ങിപ്പോയി. ഇന്ദ്രസ്തദാത്മന പൂജാം വിജ്ഞായ വിഹതാം നൃപ ഗോപേഭ്യ കൃഷ്ണനാഥേഭ്യോ നന്ദാദിഭ്യശ്ചുകോപസഃ. ഇന്ദ്രഃ, ഈ ഇന്ദ്രൻ, ആത്മനഃ പൂജാം വിഹതാം വിജ്ഞായ, തനിക്കുള്ള പൂജ മുടങ്ങി എന്ന് മനസ്സിലാക്കി ഭഗവാന്റെയും ഗോപന്മാരുടെയും നേരെ ക്രുദ്ധനായി തീർന്നു. ഈശമാനിയായ ഇന്ദ്രൻ, ഈശമാനി എന്ന് പറഞ്ഞാൽ താൻ തന്നെ സർവേശ്വരൻ എന്ന് അഭിമാനിക്കുക. ഇതാണ് ഇന്ദ്രന്റെ വലിയ പ്രശ്നം. ഇതാണ് ഇന്ദ്രന്റെ ഗർവ്. ഇന്ദ്രനേക്കാൾ മുകളിൽ ആരും ഇല്ല എന്നുള്ള വിചാരം. കൃഷ്ണനാണെങ്കിലും ഭഗവാനാണെങ്കിലും മനുഷ്യനായിട്ട് അവതരിച്ചാൽ തനിക്ക് താഴെ, തനിക്ക് ചുവട്ടിൽ എന്നാണ് ഇന്ദ്രന്റെ ഭാവം. ഇതാണ് ഇന്ദ്രന്റെ കുഴപ്പം. ഇങ്ങനെയുള്ള ഇന്ദ്രന്മാർ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. ചില പദവിയൊക്കെ ലഭിക്കുമ്പം സ്വയം മറക്കുക എന്നാണ്, എല്ലാം മറക്കുക. തന്നെക്കാൾ മുകളിൽ ആരും ഇല്ല, എല്ലാവരും തന്റെ ചുവട്ടിൽ നിന്നുള്ള വിചാരം. ഈ അഭിമാനത്തെയാണ് ഭഗവാൻ ഇവിടെ ഇല്ലാതെയാക്കുന്നത്. ഈ അഭിമാനമുള്ളിടത്തോളം കാലം ഒരിക്കലും ഭഗവാനെ കിട്ടൂല. ഇവിടെ അഹങ്കാരിയായിട്ടുള്ള ഇന്ദ്രൻ ഭയങ്കരങ്ങളായ മേഘമാലകളിൽ സാംവർത്തകം എന്ന പേരായിട്ടുള്ള മേഘം, സാംവർത്തകം എന്ന് പറഞ്ഞാൽ പ്രളയകാലത്ത് വരുന്നതെന്നാണ് അർത്ഥം. പ്രളയകാലത്തിൽ മഴ പെയ്യിക്കുന്നതാണ് ആ മേഘങ്ങളെ. അങ്ങനെയുള്ള ആ ഭയങ്കരങ്ങളായ മേഘങ്ങളെ പറഞ്ഞു വിട്ടു. ആ മേഘങ്ങളെ വിളിച്ചിട്ട് ഇന്ദ്രൻ പറഞ്ഞു അവരോട്, അഹോ ശ്രീമതമാഹാത്മ്യം ഗോപാനാം കാനനൗകസാം കൃഷ്ണം മർത്യമുപാശ്രിത്യായേ ചക്രുർദേവഹേളനം. ആ കാട്ടിലുള്ള ആ കാടന്മാരായിട്ടുള്ള ആ ഗോപന്മാരുടെ ധിക്കാരം നിങ്ങൾ കണ്ടില്ലേ? വെറും ഒരു മനുഷ്യനായ ആ കൃഷ്ണനെ ആശ്രയിച്ച് ആ ഗോപന്മാര് എന്നെ നിന്ദിക്കാനുണ്ടായത്. ദേവരാജനായ സർവേശ്വരനായ ഈ ഇന്ദ്രനെ അവര് നിന്ദിച്ചു. ഏതുപോലെ? നല്ലൊരു ഉപമയാണ് ഇവിടെ പറഞ്ഞത്. യഥാ അധൃഢൈഹി കർമ്മമയൈഹി ക്രതുഭിർനാമ നൗനിഭൈഹി
വിദ്യാമാന്വീക്ഷികീം ഹിത്വാ തിതീർഷന്തി ഭവാർണവം. ഇവിടെ ഇത് പറഞ്ഞത് ഇന്ദ്രനാണെങ്കിലും ആ ശ്ലോകം നന്നായിട്ടുണ്ട്. നമുക്ക് വലിയൊരു പാഠമാണത്. ഇവിടെ പറഞ്ഞത് എന്താണ്? വിദ്യാം ആന്വീക്ഷികീം ഹിത്വാ തിതീർഷന്തി ഭവാർണവം. ഈ ഗോവർദ്ധനോദ്ധാരണത്തിന്റെ, ഈ ഗോവിന്ദാഭിഷേകത്തിന്റെ ഈ കഥയുടെ തത്വം ഈ ശ്ലോകത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ആചാര്യന്മാർ പറയും. ഇവിടെ ഇന്ദ്രൻ പറയാണ്, അവിടെ കൃഷ്ണനെ ആശ്രയിച്ച് എന്നെ നിന്ദിക്കുന്നത് ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ, ആത്മവിദ്യയെ വെടിഞ്ഞ് നോക്കണേ, ആത്മവിദ്യയെ വെടിഞ്ഞ് യാഗരൂപമായ നൗക കൊണ്ട്, യാഗരൂപമായ തോണി കൊണ്ട് ഈ വലിയ ഭവസാഗരം തരണം ചെയ്യാൻ ഒരുങ്ങണത് പോലെയാണ് ഈ ഗോപന്മാരുടെ പുറപ്പാട്. ആന്വീക്ഷിക്കും എന്ന് പറഞ്ഞ അർത്ഥം ആത്മവിദ്യ, ആത്മബോധവിദ്യ. ഈ സംസാരമാകുന്ന സാഗരത്തെ തരണം ചെയ്യാൻ ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ആത്മജ്ഞാനമാകുന്ന ആ വലിയ കപ്പൽ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ആ ആത്മജ്ഞാനത്തെ വെടിഞ്ഞ് ഈ ഭവസാഗരം തരണം ചെയ്യാനായിട്ട് യാഗരൂപമായ തോണിയെ ആശ്രയിച്ചാൽ എങ്ങനെ ഉണ്ടാവും? തുച്ഛങ്ങളായിട്ടുള്ള കർമ്മങ്ങളെ ആശ്രയിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ഇപ്പൊ ഗോപന്മാര് എന്നെ വിട്ട് ഭഗവാനെ ആശ്രയിച്ചത് എന്ന് ഇന്ദ്രൻ പറയാണ്. തിരിച്ചാ പറയേണ്ടത്. ഗോപന്മാർ ചെയ്തത് ശരിയാണ്. ഇന്ദ്രനെ വിട്ട് അവര് ഭഗവാനെ ആശ്രയിച്ചത് കൊണ്ട് അവര് നേരെയായി. വാചാലം ബാലിശം സ്തബ്ധം അജ്ഞം പണ്ഡിതമാനിനം കൃഷ്ണം മർത്യമുപാശ്രിത്യ ഗോപാമേ ചക്രുരപ്രിയം. പിന്നെ ഭഗവാനെ കുറെ ചീത്ത വിളിക്കുകയാണ്. ആ ഗോപന്മാരെയും കുറെ പഴി പറഞ്ഞു. പാല് വിറ്റ് 4 കാശ് കയ്യിൽ വന്നതിന്റെ അഹങ്കാരമാണ് ഈ ഇടയന്മാർക്ക്. അവരെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. വാചാലം ബാലിശം സ്തബ്ധം അജ്ഞം പണ്ഡിതമാനിനം. ഭഗവാനെ വിളിക്കുകയാണ്. വാചാലനാണ്, ബാലിശനാണ്. വാചാലൻ എന്ന് പറഞ്ഞാൽ വായാടി, ആ വായാടിയും, ബാലിശം ബാലൻ, കൊച്ചു പയ്യൻ. സ്തബ്ധം, സ്തബ്ധം എന്ന് പറഞ്ഞാൽ സ്തബ്ധ എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള അർത്ഥമാണ്. തെമ്മാടി എന്നാണ് അർത്ഥം. തെമ്മാടിയും, അജ്ഞം അറിവില്ലാത്തവനും, പണ്ഡിതമാനിനം എന്ന അറിവുള്ളവനെ പോലെ നടിക്കുന്നവനും, മർത്യം കേവലം ഒരു മനുഷ്യനും, കൃഷ്ണം കൃഷ്ണനെ ഉപാശ്രിത്യ ആശ്രയിച്ചിട്ട് ആ ഗോപന്മാര് എനിക്ക് അപ്രിയം ചെയ്തുവല്ലോ എന്നർത്ഥം. ഈ പുരാണങ്ങൾക്ക് ഒരു രീതിയുണ്ട്. പുരാണങ്ങൾക്ക് മാത്രമല്ല, സംസ്കൃത കാവ്യങ്ങളിലൊക്കെ കാണാം, നിന്ദിച്ചും കൊണ്ട് ചിലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സ്തുതിയാക്കി മാറ്റാറുണ്ട്. പ്രത്യേകിച്ച് പുരാണങ്ങളെ വ്യാഖ്യാനിക്കുന്ന ആചാര്യന്മാർ അങ്ങനെ ചെയ്യാറുണ്ട്. എന്താ കാരണം എന്നാണെങ്കിൽ, ഭഗവാനെ ചീത്ത വിളിക്കുക പറയുമ്പോൾ അത് ഭക്തന്മാർക്കൊരു പ്രയാസമാണ്. അതിപ്പോ ഇന്ദ്രൻ വിളിച്ചാലും ഒരു പ്രയാസമായിട്ടാണ് തോന്നുക. മാത്രല്ല, പുരാണത്തിൽ അങ്ങനെ ഉണ്ടാവുമോ? ഒരാൾ ചീത്ത വിളിക്കാനാണ് അത് വിളിച്ചതെങ്കിലും പുരാണത്തിൽ അത് എഴുതി വെക്കുക പറഞ്ഞാൽ ശരിയല്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഋഷീശ്വരന്മാര് ഈ വാക്കുകൾക്കൊക്കെ സ്തുതിയായിട്ട്, സ്തുതിപരമായിട്ട് അർത്ഥം കൽപ്പിക്കാറുണ്ട്. അപ്പൊ ഇതൊരു ഭഗവാനെ സ്തുതിക്കുന്നതായിട്ട് പറയും. വാചാലായ നമ, ബാലിശായ നമ, സ്തബ്ധായ നമ, അജ്ഞായ നമ, പണ്ഡിതമാനിനേ നമ, ഇങ്ങനെ കണക്കാക്കാറുണ്ട്. ശ്രീധരാചാര്യ സ്വാമികള് ഭാഗവത്തിന്റെ വ്യാഖ്യാനത്തില് ഇതിനെ സ്തുതിയായിട്ട് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വാചാലം, വാചാലം എന്ന് പറഞ്ഞാൽ സാധാരണ അർത്ഥം വായാടി എന്നാണ്. പക്ഷെ അതിന് വേറൊരർത്ഥമുണ്ട്. എന്താ അർത്ഥം എന്നാണെങ്കിൽ, ശാസ്ത്രവചനങ്ങളാൽ പരിജ്ഞയൻ എന്നാണ്. ശാസ്ത്രയോനിം എന്നാണ് അവിടെ അർത്ഥം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളെ കൊണ്ട് അറിയേണ്ടവൻ. ഭഗവാന്റെ പേരാണത്. ശാസ്ത്രങ്ങളെ കൊണ്ടേ ഭഗവാൻ അറിയാൻ സാധിക്കുള്ളൂ. ബാലിശം, ബാലിശം എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായിട്ടുള്ള അർത്ഥം ബാലിശം, ചൈൽഡിഷ് എന്നാണ്. ബാലൻ, കൊച്ചു പയ്യൻ. പക്ഷേ ബാലിശം എന്നുള്ളതിന് ഇവിടെ അർത്ഥം എന്താ? ഭഗവാനെ സ്തുതിക്കുകയാകുമ്പോൾ എങ്ങനെ വരും? ശിശുവൻ നിരഭിമാനിനം എന്നാണ്. ശിശുവിനെ പോലെ, ഒരു കുട്ടിയെ പോലെ അഭിമാനമില്ലാത്തവൻ. ഭഗവാന്റെ ഒരു പേരാണ് അമാനി. സഹസ്രനാമത്തിൽ കാണാം അമാനി, മാനതഃ, മാന്യഃ. അപ്പൊ അമാനി, ഒട്ടും അഭിമാനമില്ലാത്ത ആളാണ് ഭഗവാൻ. അപ്പൊ ബാലിശ് എന്ന് പറഞ്ഞ അർത്ഥം അഭിമാനമില്ലാത്തവൻ. സ്തബ്ധം, നേരത്തെ പറഞ്ഞു സ്തബ്ധം എന്ന് പറഞ്ഞാൽ നിന്ദിച്ചും കൊണ്ടുള്ള അർത്ഥം തെമ്മാടി എന്നാണെങ്കിലും സ്തബ്ധം എന്നുള്ളതിന് വേറൊരർത്ഥമുണ്ട്. എന്താ അർത്ഥം എന്നാണെങ്കിൽ, അന്യസ്യ വന്ദ്യസ്യ അഭാവാത് അനമ്രം. സ്തബ്ധം അനമ്രം. സ്തബ്ധം എന്ന് പറഞ്ഞാൽ തല കുനിക്കാത്തവൻ. അത് മോശമായിട്ടുള്ള അർത്ഥമായിട്ട് പറയാം. പക്ഷെ ഭഗവാന്റെ കാര്യത്തിൽ നോക്കൂ, ഭഗവാൻ ആരുടെ മുന്നിൽ തല കുനിക്കേണ്ടത്? മറ്റൊരാളെ വന്ദിക്കാനില്ലാത്ത ആളാണ് ഭഗവാൻ. ഭഗവാന്റെ മുകളിൽ വേറൊരാളില്ല. അതുകൊണ്ട് തല കുനിക്കേണ്ടി വന്നില്ല ഭഗവാന്. അതുകൊണ്ട് തല കുനിക്കാത്തവൻ എന്ന് ഭഗവാന് ഇവിടെ സ്തുതിച്ചും കൊണ്ട് പറയാണ്. അജ്ഞം,
അജ്ഞ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായിട്ടുള്ള അർത്ഥം അറിവ് കെട്ടവൻ എന്നാണെങ്കിലും ജ്ഞഹ എന്ന് പറഞ്ഞ അർത്ഥം പ്രാജ്ഞഹ എന്നാണ്. പണ്ഡിതൻ എന്നർത്ഥമുണ്ട്, ജ്ഞാനി എന്നർത്ഥമുണ്ട് ജ്ഞഹ എന്ന് പറഞ്ഞാൽ. ഇവിടെ അജ്ഞത്തിന് വ്യാഖ്യാനം നാസ്തി ജ്ഞഹ യസ്മാത് തം സർവജ്ഞം ഇത്യർത്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരെക്കാളും കവിഞ്ഞ ജ്ഞാനമുള്ളവൻ എന്നർത്ഥം. ഇവനേക്കാൾ യസ്മാത് എന്നാണ്, ഇവനേക്കാൾ പ്രാജ്ഞനായി പണ്ഡിതനായി മറ്റൊരാളില്ല. അങ്ങനെയുള്ള ആളെ എന്ത് വിളിക്കും? അജ്ഞഹ എന്ന് പറയും. അപ്പൊ ആ അർത്ഥത്തിൽ ഇവിടെ എല്ലാവരെക്കാളും കവിഞ്ഞ ജ്ഞാനമുള്ളവനും എന്നർത്ഥം. പണ്ഡിതമാനിനം, പണ്ഡിതമാനിനം എന്ന് പറഞ്ഞാൽ നിന്ദിച്ചും കൊണ്ടുള്ള അർത്ഥം അറിവുള്ള പണ്ഡിതൻ എന്ന് അഭിമാനിക്കുന്നവൻ, പണ്ഡിതൻ എന്ന് നാട്യമുള്ളവൻ എന്നർത്ഥം. സ്തുതിച്ചും കൊണ്ടാവുമ്പോഴോ പണ്ഡിതമാനിനം എന്നുള്ളതിന് ബ്രഹ്മവിതാം ബഹുമാനനീയം എന്നാണ്. പണ്ഡിതന്മാരാൽ മാനിക്കപ്പെടുന്നവൻ, അതാണ് പണ്ഡിതമാനിനം. പണ്ഡിതന്മാരാൽ ബഹുമാനിക്കപ്പെടുന്നവൻ, പണ്ഡിതന്മാരാൽ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞന്മാരാൽ ബഹുമാനിക്കപ്പെടുന്നവനും. മർത്യം, മർത്യം എന്ന് പറഞ്ഞാൽ കേവലം മനുഷ്യന് നിന്ദിച്ചും കൊണ്ട് പറഞ്ഞു. സ്തുതിക്കുമ്പോഴോ തഥാപി ഭക്തവാത്സല്യേന മനുഷ്യതയാ പ്രതീയമാനം ഇതി. മർത്യം എന്ന് പറഞ്ഞ അർത്ഥം ഭക്തവാത്സല്യം കൊണ്ട് മനുഷ്യരൂപേണ അവതരിച്ച മഹാത്മാവ് എന്നാണ്. ഭക്തവാത്സല്യം കൊണ്ട് മനുഷ്യരൂപേണ അവതരിച്ച ഭഗവാൻ എന്നർത്ഥം. കൃഷ്ണം, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവിടെ കൃഷ്ണനെ എന്നർത്ഥം. പക്ഷേ രഹസ്യമായിട്ടൊരർത്ഥമുണ്ട്. ആ അർത്ഥം എന്താണെങ്കിൽ അത് മേൽപ്പത്തൂർ പറയുന്നുണ്ടല്ലോ, കൃഷ്ണശബ്ദത്തിന് കൃഷിധാതു നകാരാഭ്യാം, കൃഷ്ണന്റെ കൂടെ ണ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ സച്ചിദാനന്ദം എന്നാണ് അർത്ഥം. ഇവിടെ സദാനന്ദരൂപം പരം ബ്രഹ്മ ഇത്യർത്ഥ. കൃഷ്ണശബ്ദത്തിന്റെ അർത്ഥം സദാനന്ദരൂപമായ പരബ്രഹ്മം. അപ്പൊ അങ്ങനെ അർത്ഥം എടുക്കുമ്പോൾ എങ്ങനെ വരും? സ്തുതിച്ചും കൊണ്ടുള്ള അർത്ഥം പറയുമ്പം ഇങ്ങനെ ഉള്ള ഭഗവാനെ ആശ്രയിച്ച് ആ ഗോപന്മാര് എനിക്ക് അപ്രിയം ചെയ്യുന്നു എന്ന് ഇന്ദ്രൻ പറയുന്നതായിട്ട് വ്യാഖ്യാനിക്കും. ആ വ്യാഖ്യാനത്തിൽ ഒരു രസം അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള ഭഗവാനെ ആശ്രയിച്ചിട്ട് ഈ ഗോപന്മാരെനിക്ക് അപ്രിയം ചെയ്തു, അതുകൊണ്ട് അവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് ഈ ഇന്ദ്രൻ മേഘങ്ങളോട് പറയുകയാണ്. ഇന്ദ്രൻ പറഞ്ഞത് കേട്ട് ആ മേഘങ്ങളൊക്കെ ചെന്നു ശക്തിയായിട്ട് വർഷിച്ചു. ഗോകുലത്തെ മുഴുവൻ ദ്രോഹിക്കാനായിട്ട് തുടങ്ങി. ഗംഭീരമായിട്ടുള്ള മഴ, കൊടുങ്കാറ്റടിക്കണു, ഇടി മിന്നല്, കോരിച്ചൊരിയുന്ന മഴ. ആ ഗോകുലമാകെ മുഴുവൻ ആ വെള്ളത്തിൽ മുങ്ങി. കുന്നും കുഴിയൊന്നും തിരിച്ചറിയാൻ പറ്റാതെയായി. പെരും മഴയും കൊടുങ്കാറ്റും കാരണം പശുക്കളും ഗോപന്മാരും ഗോപസ്ത്രീകളും തണുത്ത് വിറച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നു. ഭഗവാനെ ശരണം പ്രാപിച്ചു. അതവർ ചെയ്ത വലിയൊരു കാര്യമാണ്. ആശ്രയമായിട്ട് ഭഗവാനേ ഉള്ളൂ എന്ന് ഇതുവരെയുള്ള ലീലകളിൽ പലതും അവർ കണ്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഓടി വന്നു, ഭഗവാനെ ആശ്രയിച്ചു, ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ത്വന്നാഥം ഗോകുലം പ്രഭോ ത്രാതുമർഹസി ദേവാൻ നഹ കുപിതാത് ഭക്തവത്സല. അല്ലയോ മഹാപ്രഭോ, അങ്ങല്ലാണ്ട് ഞങ്ങൾക്ക് ആരാണുള്ളത്? ഞങ്ങൾക്ക് അങ്ങ് തന്നെയല്ലേ ഗതിയായിട്ടുള്ളൂ. ആ ഞങ്ങളുടെ നേരെ ദേഷ്യപ്പെട്ട ആ ഇന്ദ്രനിൽ നിന്നും ഈ ഗോകുലത്തെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് അവരിതാ ആ ഭഗവാന്റെ കാൽക്കല് വീണ് അല്ലയോ ഭക്തവത്സല ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ എന്ന് തൊഴുത് നമസ്കരിക്കുകയാണ്. ഭഗവാന് മനസ്സിലായി ഇത് ഇന്ദ്രന്റെ കോപം കൊണ്ടാണ്, കുപിതനായ ഇന്ദ്രന്റെ പണിയാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കി ആ അഹങ്കാരിയായിട്ടുള്ള ഇന്ദ്രന്റെ മതം, ആ ഗർവ് ഞാൻ ഇല്ലാതെയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഭഗവാൻ പറയാണ് ഇവിടെ. സദ്ബുദ്ധിയുള്ള ദേവന്മാർക്ക്, സത്വഗുണപ്രധാനികളായ ദേവന്മാർക്ക് തങ്ങള് ലോകനാഥന്മാരാണ്, സർവേശ്വരന്മാരാണ് എന്നുള്ള അഹംഭാവം ചേർന്നതല്ല. ഈ അഹങ്കാരം സത്വഗുണക്കാർക്ക് ചേർന്നതല്ല. അതുകൊണ്ട് ഈ ഇന്ദ്രന്റെ അഭിമാനം ഞാൻ ഇല്ലാണ്ടാക്കുന്നുണ്ട്. അതൊരു അനുഗ്രഹമാണ്, ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹമാണ്. ഇങ്ങനെയുള്ള ആ മാനഭംഗം അല്ലെങ്കിൽ അഭിമാനക്ഷയം ശ്രേയസ്കരമാണ്. കാരണം ആ അഭിമാനം ഇല്ലാതെയാവും, ആ അഹങ്കാരം ഇല്ലാതെയായാൽ ഇന്ദ്രൻ ശുദ്ധനായി. അതിന് സഹായിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ചെയ്യണത്. അതുകൊണ്ട് ഗോപന്മാരെ, ഗോപസ്ത്രീകളെ ആരും പേടിക്കണ്ട. എന്നെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവരെ ഞാൻ രക്ഷിക്കും, തീർച്ചയാണ്. അതെന്റെ വ്രതമാണ്. എന്നെ ആശ്രയിക്കുന്ന ഗോകുലത്തെ ഞാൻ എൻ്റെ യോഗശക്തി കൊണ്ട് ഞാൻ രക്ഷിക്കുന്നതാണ്. ഇതെന്റെ വ്രതമാകുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. തസ്മാൻ മച്ഛരണം ഗോഷ്ഠം മന്നാഥം മത്പരിഗ്രഹം
ഗോപായേ സ്വാത്മയോഗേന സോയം മേ വ്രത ആഹിത. സോയം മേ വ്രത ആഹിത, അതെന്റെ വ്രതമാണ്. എന്നെ ആശ്രയിച്ചവർക്ക് ഒരു ആപത്തുണ്ടാവില്ല. അത് ഭഗവാൻ പല ദിക്കിലായിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതത് വ്രതം മമ എന്ന് രാമനും പറയുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും, എന്നെ ആശ്രയിച്ച എല്ലാ ജീവജാലങ്ങൾക്കും അഭയം നൽകുക എന്നത് എൻ്റെ വ്രതമാണെന്നാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച എന്ന് ഗീതയിലും പറയുന്നു. എല്ലാം വിട്ട് എന്നെ ആശ്രയിക്കുന്നവരെ ഞാൻ രക്ഷിക്കും. അവിടെ മുഴുവൻ പെരുമഴ പെയ്യുന്നുണ്ട്. ആകെ വെള്ളം കലങ്ങി ഒഴുകുകയാണ്. ഇന്ദ്രന്റെ ആ അഹങ്കാര മതം പൊട്ടിയൊഴുകും പോലെ അങ്ങനെ ഒഴുകുകയാണ്. സ്ഥൂല വർഷധാര, തൂണ് പോലെ കനത്തിലാണ് പേമാരി. ഈ ഇന്ദ്രകോപത്തിൽ നിന്ന് ഈ ഗോകുലത്തെ രക്ഷിക്കണം എന്ന് കണക്കാക്കി ആ ഭഗവാൻ ഇത്യുക്ത്വൈകേന ഹസ്തേന കൃത്വാ ഗോവർദ്ധനാചലം ദധാരലീലയാ കൃഷ്ണഃ ഛത്രാകമിവ ബാലക. ഭഗവാൻ ആ ഗോവർദ്ധന പർവ്വതത്തെ ഒരു പിഞ്ചു ബാലൻ കൂണിനെയൊക്കെ എടുക്കുന്നത് പോലെ, ഒരു കുട്ടി ഒരു ഛത്രം, ഒരു കൊട, ചെറിയൊരു കൊട എടുക്കണ ലാഘവത്തിൽ, വളരെ എളുപ്പത്തിൽ ഒരു കൈ കൊണ്ട്, ലീലയാ ഒരു കളി പോലെ ഭഗവാൻ ഒരു കൈ കൊണ്ട് അങ്ങോട്ട് എടുത്ത് പൊക്കിപ്പിടിച്ചു. ചിരിച്ചും കൊണ്ട് ആ ബാലൻ, ആ കൃഷ്ണൻ ആ ഇളം തണ്ട് പോലുള്ള കൈകൊണ്ട് ആ വലിയ പർവ്വതം പിഴുതെടുത്തു. അത് കൊട പോലെ ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടായിട്ട് പറഞ്ഞു, അല്ലയോ അമ്മേ, അച്ഛാ, വ്രജവാസികളെ, നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യൂ. ആ പശുക്കളെയും പശുക്കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഇതാ എല്ലാവരും ഈ ഗിരികർത്തത്തിലേക്ക്, ഈ പർവ്വതത്തിന്റെ ചുവട്ടിൽ വന്ന് നിന്നോളൂ, ഒട്ടും പരിഭ്രമിക്കണ്ട എന്ന് പറഞ്ഞു. ആ വാക്ക് അവർ കേട്ടു. അവർക്കാർക്കും ഒരു സംശയമൊന്നും തോന്നിയില്ല. 7 വയസ്സ് ഉണ്ണിയാണ് ഈ പർവ്വതത്ത് പൊന്തിച്ചു നിൽക്കുന്നത്. നമ്മളിപ്പം ഇവിടുന്ന് ആ പർവ്വതത്തിന്റെ ചുവട്ടിൽ പോയി നിന്നാൽ ഇയാളുടെ കയ്യിൽ നിന്ന് അത് വീഴുവോ, നമ്മളെ തലയ്ക്ക് വീഴുവോ എന്നുള്ള സംശയമൊന്നും അവർക്ക് ഉണ്ടായില്ല. കാരണം അവർക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് ഭഗവാനെ. അവര് എല്ലാവരും ആ ഭഗവാൻ പറഞ്ഞത് കേട്ട് ആ പർവ്വതത്തിന്റെ ചുവട്ടിൽ വന്നു നിന്നു. പുറത്ത് ഗംഭീരമായിട്ടുള്ള മഴയാണെങ്കിലും അവരൊന്നും അത് അറിഞ്ഞില്ല. അവരൊക്കെ ഭഗവാനെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഭഗവാൻ പല തമാശയും പറഞ്ഞ് കളിയും ചിരിയും ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. അടുത്ത് വരുന്ന പശുക്കളെയൊക്കെ ഒരു കൈ ഒഴിവാണല്ലോ, ഒരു കൈ കൊണ്ടാണ് പർവ്വതം പിടിച്ചത്, മറ്റേ കൈ കൊണ്ട് അടുത്തേക്ക് വരുന്ന പശുക്കുട്ടികളെയും പശുക്കളെയൊക്കെ ഒഴിഞ്ഞു കൊടുക്കണു. നല്ലൊരു ഒരു ക്യാമ്പായിരുന്നു അതെന്നാണ്. ആദ്യത്തെ ദുരിതാശ്വാസ ക്യാമ്പാണെന്ന് തോന്നും. എല്ലാവരും ആ ദുരിതമൊന്നും അവരറിഞ്ഞില്ല. അവരൊക്കെ ഭഗവാനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ക്ഷുത്രഡ്വ്യഥാം സുഖാപേക്ഷാം ഹിത്വാ തൈർവ്രജവാസിഭി വീക്ഷ്യമാണോ ദധാവദ്രിം സപ്താഹം നാചലത് പദാത്. 7 ദിവസം, സപ്താഹം എന്ന് പറഞ്ഞാൽ 7 ദിവസം എന്നർത്ഥം. 7 ദിവസം ക്ഷുത്രഡ്വ്യഥാം. നോക്കൂ, ആ ഭഗവാൻ വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, വിശപ്പും ദാഹവും ഒന്നും ആ ഭഗവാൻ വകവെക്കാതെ നിന്നിടത്ത് നിന്ന് ഒന്ന് ഇളക പോലും ചെയ്തില്ല. അതാണ് സപ്താഹം നാചലത് പദാത്. നാചലത് പദാത്, ആ കാലൊന്ന് മാറ്റിവെക്കുക ഉണ്ടായില്ല. ഒരു ക്ഷീണം ഭഗവാന് ഉണ്ടായില്ല. പുഞ്ചിരിച്ചും കൊണ്ട് തമാശ പറഞ്ഞും കൊണ്ട് അങ്ങനെ 7 ദിവസം ആ ഗോവർദ്ധന പർവ്വതത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു ഭഗവാൻ. ഇവിടെ ഇന്ദ്രന്റെ അവസ്ഥയോ, ഗോകുലം നശിക്കുന്നത് കാണാനായിട്ട് ഐരാവതത്തിന്റെ പുറത്ത് കയറി ഇന്ദ്രൻ വന്നതാ. ഇവിടെ ഭഗവാന്റെ യോഗപ്രഭാവം കണ്ട് ഇന്ദ്രൻ അത്ഭുതപ്പെട്ടു. ഇന്ദ്രന്റെ സങ്കല്പമൊന്നും നടന്നില്ല. ഇന്ദ്രന്റെ അഹങ്കാരമൊക്കെ നശിച്ചു. ഇന്ദ്രൻ ആ മേഘങ്ങളൊക്കെ തടഞ്ഞു. അതോടുകൂടി ആ കാറൊക്കെ ഒഴിഞ്ഞു, സൂര്യൻ തെളിഞ്ഞു, മഴ പോയി എന്ന് ഭഗവാൻ പറഞ്ഞപ്പോഴാണ് ആ ഗോപസ്ത്രീകളും ഗോപന്മാരൊക്കെ അറിഞ്ഞത്. എന്താ കാരണം എന്നാണെങ്കിൽ അവർ ഭഗവാനെ തന്നെ നിർനിമേഷമായിട്ട് നോക്കി നിൽക്കുകയാണ്. ഒരാൾക്ക് പോലും ഒരു ചെറിയ ജലദോഷമോ പനിയൊന്നും ഉണ്ടായിട്ടുമില്ല. 7 ദിവസം പോയത് അവർ അറിഞ്ഞില്ല എന്നാണ്. ഭഗവാൻ ആ കൊടുങ്കാറ്റൊക്കെ നിന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഗോപന്മാരോടും ഗോപസ്ത്രീകളോടായിട്ട് പറഞ്ഞു, അല്ലയോ ഗോപന്മാരെ, ഗോപസ്ത്രീകളെ, കുട്ടികളെ, എല്ലാവരും പുറത്തേക്ക് പോരും, ആരും പേടിക്കേണ്ട കാര്യമില്ല, കാറ്റും മഴയൊക്കെ തീർന്നു കിട്ടുമോ എന്നൊക്കെ ഭഗവാൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് സ്ത്രീ ബാലസ്ഥവിരാശനൈഹി. അപ്പൊ അവിടെയുണ്ട് സ്ത്രീ ബാലസ്ഥവിരാഹ.
ഈ മൂന്ന് കൂട്ടരെ ഒരുമിച്ചാ പറയാ. സ്ത്രീകള്, ബാലന്മാര്, അതുപോലെ സ്ഥവിരാഹ എന്ന് പറഞ്ഞ വൃദ്ധന്മാര്. എപ്പോഴും അവർക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. ഭഗവാൻ പറഞ്ഞു, എല്ലാവരും പോണ സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ, ആദ്യം ആ സ്ത്രീകൾ മുന്നിൽ പോട്ടെ എന്നാണ്. വഴി വിട്ടു കൊടുക്കൂ, സ്ത്രീകൾ പോട്ടെ, കുട്ടികൾ പോട്ടെ, അതുപോലെ പ്രായമുള്ളവർ പോട്ടെ, അവരൊക്കെ ആദ്യം പോട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ തന്നെ പ്രോത്സാഹിക്കുന്നു. അങ്ങനെ വളരെ ഭംഗിയിൽ അവിടെ കഴിഞ്ഞു എന്നാണ്. ഭഗവാനാവട്ടെ എല്ലാവരും നോക്കി നിൽക്കെ ആ ഗോവർദ്ധന പർവ്വതത്തെ നിഷ്പ്രയാസം പൂർവസ്ഥാനത്ത് ഉറപ്പിച്ചു. വലിയൊരാപത്ത്, നമുക്ക് വലിയൊരാപത്താണ് വന്നത്. അത് ആ ഭഗവാനെ ആശ്രയിച്ചതോടുകൂടി അത് നിസ്സാരമായിട്ട് മാറി. അതാണ് ഈ ലീല കാണിച്ചു തരുന്നത്. ഏതായാലും അവിടെ ഭഗവാന്റെ അമ്മ യശോദ, ഗോപസ്ത്രീകൾ ഒക്കെ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നു. 7 വയസ്സ് പ്രായമല്ലേ ഉള്ളൂ ഭഗവാന്. അപ്പോഴും അമ്മ നോക്കണത് കൈ നോക്കണുണ്ട്, കൈ ഒഴിഞ്ഞു കൊടുക്കണുണ്ട്. ഉണ്ണിയുടെ കയ്യിൽ എന്തെങ്കിലും പറ്റിയോ? 7 ദിവസമായി പാപം, ഒന്നും കഴിച്ചിട്ടുമില്ല, നിന്ന നിൽപ്പിൽ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് യശോദയൊക്കെ വന്ന് ആ കൈ ഒഴിഞ്ഞു കൊടുക്കണുണ്ട്. തൈര്, അക്ഷതം, ജലം ഇതൊക്കെ തളിച്ച് അവര് ഈ ഉണ്ണിയെ അനുഗ്രഹിക്കുന്നു. അവർക്കാകുന്ന മന്ത്രവാദമൊക്കെ ചെയ്യുകയാണ്. ബലരാമേട്ടനും രോഹിണിയും ഒക്കെ വന്ന് ആ ഭഗവാനെ ആലിംഗനം ചെയ്തു. സിദ്ധചാരണ ഗന്ധർവാദികളൊക്കെ വന്ന് കേമായിട്ട് ഭഗവാനെ വാഴ്ത്തി പുഷ്പവൃഷ്ടി ചെയ്തു. ആകാശത്ത് ശംഖം, ദുന്ദുഭി മുതലായിട്ടുള്ള വാദ്യഘോഷങ്ങളൊക്കെ അങ്ങനെ മുഴങ്ങി. അങ്ങനെ ആ ഗോപന്മാരുടെ കൂടെ ബലരാമന്റെ കൂടെ ഭഗവാൻ വ്രജത്തിലേക്ക് മടങ്ങി. ഗോപികളാവട്ടെ അവരുടെ ഹൃദയനാഥനായിട്ടുള്ള ആ ഭഗവാന്റെ ഈ ഗോവർദ്ധനോദ്ധാരണാദി ലീലകളൊക്കെ ആനന്ദത്തോടുകൂടി അങ്ങനെ പാടി നടന്നു എന്നാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ച് ഗോകുലത്തെ പേമാരിയിൽ നിന്ന് കാത്തുരക്ഷിച്ചു. ഇത് കണ്ട് ഇന്ദ്രന്റെ ഗർവ് നശിച്ചു. ഗോലോകത്തിൽ നിന്ന് ഭഗവാനോട് ശുപാർശ പറയാനായിട്ട് സുരഭി പശുവിനെയും കൂടെ കൂട്ടി ഇന്ദ്രൻ. ഭഗവാന് പശുക്കളെ വലിയ കാര്യമാണല്ലോ. ഗോലോകത്തുള്ള പശുവാണ് സുരഭി. ആ സുരഭിയും കൂടെ കൂട്ടി ദേവേന്ദ്രൻ ഭഗവാന്റെ സമീപത്തെത്തി, ശ്രീകൃഷ്ണ സമീപത്തെത്തി. താൻ ചെയ്ത തെറ്റോർത്ത് വളരെയധികം ലജ്ജിച്ചു. വിവിക്ത ഉപസംഗമ്യ വ്രീഡിതകൃതഹേളന പസ്പർശ പാദയോരേനം കിരീടേന ആർക്കവർച്ചസ. ഇന്ദ്രൻ ഏകാന്തത്തിൽ ഭഗവാനെ സമീപിച്ച് തൊഴുതു നമസ്കരിച്ചു. പശ്ചാത്താപം കൊണ്ട് ഒഴുകുന്ന കണ്ണീര് കൊണ്ട് ഭഗവാന്റെ പാദം കഴുകി ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. ഗംഭീരമായിട്ടുള്ള സ്തുതിയാണ്. വിശുദ്ധ സത്വം തവധാമ ശാന്തം തപോമയം ധ്വസ്തരജസ്തമസ്കം മായാമയോയം ഗുണസംപ്രവാഹോ ന വിദ്യതേ തേ അഗ്രഹണാനുബദ്ധഃ. ഈ ഒരു ഒറ്റ ശ്ലോകം വിചാരം ചെയ്താൽ തത്വം പിടികിട്ടും. അല്ലയോ ഭഗവാനെ, തവധാമ അങ്ങയുടെ സ്വരൂപം വിശുദ്ധ സത്വം, ശുദ്ധ ബോധരൂപമായ ഉണ്മയാണ്. ശാന്തം, ശാന്തമാണ്, ശാന്തസ്വരൂപനാണ്, നിശ്ചലമാണ്. അങ്ങയുടെ സ്വരൂപം ശുദ്ധ ബോധരൂപമായ ഉണ്മയാണ്, നിശ്ചലമാണ്, മറ്റൊന്നറിയാനില്ലാത്ത അനുഭവമാണ്. രജസും തമസും സ്പർശിക്കാത്തതാണ്. രജസും തമസും പൂർണ്ണമായിട്ട് ഒഴിഞ്ഞ ഇടമാണ്. ഈ കാണുന്ന പ്രപഞ്ചമോ ഈ ഗുണപ്രവാഹമായ, ഈ ഗുണപ്രവാഹ രൂപമായ ഈ ദ്വൈത പ്രപഞ്ചം വെറും ഭ്രമമാണ്, അത് മായയാണ്. ശുദ്ധ ബോധരൂപനായ അങ്ങേക്ക് ഇന്ദ്രിയങ്ങളാകുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ചകളുമായി ഒരു ബന്ധവുമില്ല. ദൃശ്യം വേറെ, ദൃക്ക് വേറെ. കാഴ്ച ഒന്ന്, കാണുന്നവൻ വേറെ. കാഴ്ചയായിട്ട് കാണുന്നവന് ബന്ധമില്ല. അതാണ് ഈ ശ്ലോകത്തിൽ വിസ്തരിക്കുന്നത്. ഭേദബുദ്ധി നഷ്ടപ്പെട്ടു ഇന്ദ്രന്, അഹങ്കാരം നീങ്ങി ഇന്ദ്രന് തത്വം ബോധ്യമായി. അതാണ് ഈ ശ്ലോകത്തിൽ കാണാം. വ്യക്തമായിട്ട് ഈ പ്രപഞ്ചത്തിന്റെ വസ്തുസ്ഥിതി ഇന്ദ്രന് ബോധ്യപ്പെട്ടു. അത് ഈ ശ്ലോകത്തിൽ നമുക്ക് വ്യക്തമാണ്. പരമ കാരണമായ ബോധം ശുദ്ധമായ ഉണ്മയാണ്. എന്തുകൊണ്ട്? ശുദ്ധമായ ബോധത്തിന്റെ മാത്രം അനുഭവമാണ് ശുദ്ധമായ ഉണ്മ. ഈ ശുദ്ധമായ ബോധം ഇളകുന്ന മനസ്സ് ഒഴിഞ്ഞു മാറിയ അനുഭവമായതുകൊണ്ട് അതിന് ശാന്തം എന്ന് പറഞ്ഞു, നിശ്ചലമാണെന്ന് പറഞ്ഞു. തപോമയമാണെന്ന് പറഞ്ഞതോ, തപസ് എന്ന് പറഞ്ഞാൽ മനസ്സശ്ച ഇന്ദ്രിയാണാം ഐകാഗ്ര്യം പരമം തപ. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിഗ്രഹിക്കലാണ് തപസ്. ഇന്ദ്രിയ നിഗ്രഹമാണ് തപസ്. ഇന്ദ്രിയങ്ങളെ അടക്കുക. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി അടക്കിയാൽ ഉണ്ടാകുന്ന അനുഭവം, ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി അടക്കിയാൽ അവിടെ അവശേഷിക്കുന്ന അനുഭവം,
അത് ശുദ്ധ ബോധാനുഭവമാണ്. അതുകൊണ്ട് ഭഗവാന്റെ രൂപം തപോമയമാണ്. പിന്നീട് പറഞ്ഞത് ധ്വസ്തരജസ്തമസ്കം, രജസും തമസും ഇല്ലാത്ത സ്ഥലം. രജസും തമസും അവിടെ ഇല്ല. രജസ് കർമ്മരൂപമാണ്, തമസ് അജ്ഞാനരൂപമാണ്. കർമ്മരൂപമായ രജസ്സിനും അജ്ഞാനരൂപമായ തമസ്സിനും അവിടെ പ്രസക്തിയില്ല. ചിലപ്പം സംശയം തോന്നും, എന്തുകൊണ്ട് അവിടെ രജസും തമസും ഇല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞു? സത്വവും രജസും തമസും സത്വഗുണത്തെ കൂടി കൂട്ടിക്കൂടെ? സത്വഗുണം സത്യസാക്ഷാത്കാരത്തിന് തടസ്സമല്ലാത്തത് കൊണ്ട് ഇവിടെ രജസും തമസും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രജസും തമസും ഒഴിഞ്ഞ സ്ഥലം. സത്വം പ്രസാദാത്മകം എന്നാണ് പറയാം. പ്രകാശമയമാണ് സത്വം. പ്രകാശമയമായ സത്വഗുണം ബോധത്തിന്റെ ശുദ്ധാനുഭവത്തിന് തടസ്സമല്ല. ബോധത്തിന്റെ ദ്വൈതാനുഭവം മുഴുവൻ മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്നുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് രജസും തമസും ഇല്ലാത്ത ഇടം എന്ന് പറഞ്ഞു. മനസ്സ്, ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, ഈ 11 ബോധത്തിന്റെ ഉപകരണങ്ങളാണ്. ഉപകരണം എന്ന് പറഞ്ഞാൽ അത് സ്വതവേ ഉള്ളതല്ല. കണ്ണട, പേപ്പർ വായിക്കാനുള്ള ഉപകരണമാണ്. എപ്പോഴും വെച്ചോളണമെന്നില്ല. അത്യാവശ്യ സമയത്ത് വേണമെങ്കിൽ അത് വെക്കാം, അത്രയേ ഉള്ളൂ. അത് വേണമെങ്കിൽ മാറ്റും ചെയ്യാം. അപ്പൊ ബോധത്തിന് വേണമെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളെ മാറ്റാം, മനസ്സിനെ മാറ്റി നിർത്താം. അങ്ങനെ മാറ്റാവുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ചകൾ സത്യമാണെന്ന് പറയാൻ സാധിക്കുമോ? അതുകൊണ്ട് ഈ പ്രപഞ്ചം, ഈ കാഴ്ച സത്യമല്ല. മഞ്ഞ കണ്ണട വെച്ച് നോക്കിയാൽ ഈ പ്രപഞ്ചത്തെ, ജഗത്തിനെ മഞ്ഞയായിട്ട് കാണും. പച്ച കണ്ണട വെച്ച് നോക്കിയാൽ ഈ പ്രപഞ്ചത്തെ പച്ചയായിട്ട് കാണും. അത് സത്യമല്ല എന്നുള്ളത് തീർച്ചയല്ലേ? ഇങ്ങനെയുള്ള മായാഭ്രമങ്ങളെ, ഇങ്ങനെയുള്ള ദൃശ്യങ്ങളെയാണ് മായാഭ്രമങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ചകളുമായിട്ട് കാഴ്ചക്കാരന് യാതൊരു ബന്ധവുമില്ല. ദൃശ്യമായിട്ട് ദ്രഷ്ടാവിന് യാതൊരു ബന്ധവുമില്ല. അതെങ്ങനെ അറിയാം? ഉപകരണം മാറ്റി നോക്കിയാൽ അറിയാം. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്നുണ്ടാക്കുന്ന ദ്വൈത ഭ്രമവുമായിട്ട് ബോധത്തിന് യാതൊരു ബന്ധവുമില്ല. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും, മനസ്സാകുന്ന ഉപകരണം, ഇന്ദ്രിയങ്ങളാകുന്ന ഉപകരണങ്ങളൊക്കെ ഒന്ന് മാറ്റി നോക്കിയാൽ അത് തെളിഞ്ഞു കിട്ടും. ആ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും മാറ്റിയാൽ അവിടെ അവശേഷിക്കുന്നത് എന്തോ അതാണ് ശുദ്ധ ബോധാനുഭവം, ആനന്ദം, ഉണ്മ. അത് ശാന്തമാണ്, നിശ്ചലമാണ്, തപോമയമാണ്. അതാണ് ബ്രഹ്മം. തത്വബോധം ഉറപ്പായാൽ ഇത് ബോധ്യാവും. ഇതിവിടെ ഇന്ദ്രനെ ബോധ്യമായി. ഈ കൃഷ്ണനെ ബ്രഹ്മം എന്ന് വിളിച്ചും കൊണ്ടാണ് ഇവിടെ ഇന്ദ്രൻ സ്തുതിക്കുന്നത്. ജ്ഞാനം നീങ്ങിയപ്പോൾ, അഹങ്കാരം നീങ്ങിയപ്പോൾ ഇന്ദ്രനതാ കൃഷ്ണൻ ബ്രഹ്മമാണ് എന്ന് ബോധ്യമായി. കുറച്ചു മുന്നേ മനുഷ്യനായിട്ടാണ് കണ്ടത്. കുറച്ചു മുന്നേ നന്ദഗോപരുടെ ഉണ്ണിയും ഗോപാലൻ ഇടയെന്നുള്ള മട്ടിൽ കണ്ട ആ ഇന്ദ്രൻ ഇപ്പതാ അജ്ഞാനം നീങ്ങിയപ്പോൾ ബ്രഹ്മമായി കാണുന്നു. ഇതന്നെയാണ് നമുക്കുള്ള പാഠം. ഈ കാണുന്നതൊക്കെ അജ്ഞാനം നീങ്ങിക്കഴിഞ്ഞാൽ, അഹങ്കാരം നീങ്ങിയാൽ ഈ പ്രപഞ്ചം ബ്രഹ്മമായിട്ട് കാണാൻ സാധിക്കും. അവിടെ പിന്നെ ദുഃഖമില്ല, അവിടെ ശാന്തി മാത്രം, ആനന്ദം മാത്രം. വീണ്ടും ഇന്ദ്രൻ കേമായിട്ട് സ്തുതിച്ചു, ഭഗവാനെ, അങ്ങാണ് ലോകത്തിന്റെ പിതാവും ഗുരുവും ഒക്കെ അങ്ങാണ്. അങ്ങേക്ക് നാമവും രൂപമൊന്നും ഇല്ല, എന്നാ അതൊക്കെ അങ്ങ് ഇച്ഛാനുസാരം ഇടയ്ക്ക് സ്വീകരിക്കാറുമുണ്ട്. ഇടയ്ക്ക് ചില അവതാരങ്ങളൊക്കെ സ്വീകരിക്കും. എന്നിട്ടോ അഹങ്കാരികളായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ളവരെ അവരുടെ അഹങ്കാരം തീർക്കും. എൻ്റെ അപരാധം അങ്ങ് പൊറുക്കും എന്നെനിക്കറിയാം. അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ വീണ്ടും വീണ്ടും വീണ് നമസ്കരിക്കുകയാണ്. എൻ്റെ അഹങ്കാരം ശമിപ്പിച്ച് അങ്ങ് എന്നെ ശുദ്ധാക്കി അനുഗ്രഹിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആ ഇന്ദ്രൻ നമസ്കരിക്കുന്നു. ഇങ്ങനെ ഇന്ദ്രന്റെ സ്തുതിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഭഗവാൻ ഇന്ദ്രനെ നോക്കി പ്രഹസന്നിതമബ്രവീത്, പുഞ്ചിരിച്ചും കൊണ്ട്, ഒരു വിഷമില്ല ഭഗവാൻ, എപ്പോഴും ശാന്തമായി കൊണ്ട് പുഞ്ചിരിച്ചും കൊണ്ട് ഇന്ദ്രനെ നോക്കിയിട്ട് ഭഗവാൻ പറഞ്ഞു, മയാ തേയകാരിമഖവൻ മഖഭംഗോനുഗൃഹത മതനുസ്മൃതയേ നിത്യം മത്തസ്യേന്ദ്രശ്രിയാഭൃശം മാമൈശ്വര്യ ശ്രീമദാന്ധോ ദണ്ഡപാണിം ന പശ്യതി തം ഭ്രംശയാമി സമ്പദ്ഭ്യോ യസ്യ ചേച്ഛാമ്യനുഗ്രഹം. അല്ലയോ ഇന്ദ്ര, ഞാൻ ഇന്ദ്രയാഗം മുടക്കിയത് നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഇന്ദ്ര പദവി കൊണ്ട് നീ അല്പം അഹങ്കരിച്ചു. അങ്ങനെ എൻ്റെ സ്മരണ നിനക്ക് നഷ്ടപ്പെട്ടു. അഹങ്കാരം വന്നാൽ, ഭേദബുദ്ധി വന്നാൽ, രാഗദ്വേഷങ്ങൾ വന്നാൽ പിന്നെ ഭഗവത് സ്മരണ നഷ്ടപ്പെടും.
അങ്ങനെ അഹങ്കരിച്ചു പോയ നിനക്ക് എൻ്റെ സ്മരണ എപ്പോഴും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഭഗവാന്റെ സ്വഭാവം ഭഗവാൻ ഇവിടെ പറയാണ്, മാമൈശ്വര്യ ശ്രീമദാന്ധോ ദണ്ഡപാണിം ന പശ്യതി തം ഭ്രംശയാമി സമ്പദ്ഭിയോ യസ്യ ചേച്ഛാമ്യനുഗ്രഹം. ഈ ലോകര് ഞാൻ കൊടുത്ത ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ച് അവര് എന്നെ തന്നെ മറക്കുന്നു. അതാണ്. അങ്ങനെ മറന്നാലോ അവരെ ഞാൻ ശിക്ഷിക്കുന്നു. അവരെ ശിക്ഷിക്കുക പറഞ്ഞാൽ ശിക്ഷിച്ച് അനുഗ്രഹിക്കുകയാണ്, അവരുടെ അഹങ്കാരം ഇല്ലാണ്ടിയാക്കുകയാണ്. ഞാൻ കൊടുത്ത സമ്പത്തിൽ അവർ അഹങ്കരിച്ചാൽ അവരുടെ സമ്പത്ത് അവരിൽ നിന്ന് ഞാൻ അങ്ങോട്ട് മാറ്റും. അങ്ങനെ ഞാൻ അവരെ അനുഗ്രഹിക്കും. അതാണ് ഇന്ദ്ര ഇപ്പൊ ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് ഇന്ദ്ര അങ്ങ് പൊയ്ക്കോളൂ, എന്നെ മറക്കാതെ കാര്യങ്ങൾ നിർവഹിക്കൂട്ടോ എന്ന് പറഞ്ഞു. സ്ഥീയതാം സ്വാധികാരേഷു യുക്തൈർവ സ്തംഭവർജിതൈഹി. അഹങ്കാരം വിട്ട് രാഗദ്വേഷങ്ങൾ വിട്ട് എന്നെ സ്മരിച്ചും കൊണ്ട് അങ്ങ് കർമ്മങ്ങളൊക്കെ ചെയ്യൂ എന്ന് ഇന്ദ്രനെ ഭഗവാൻ ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. നമുക്കുള്ള ഉപദേശം ഇതുതന്നെയാണ്. എന്ത് കർമ്മം വേണമെങ്കിലും ചെയ്തോളൂ, മാം അനുസ്മര യുദ്ധ്യച്ച. ഈശ്വര സ്മരണയോടുകൂടി ബ്രഹ്മവിചാരത്തോടുകൂടി എല്ലാം ബ്രഹ്മം എന്ന് കണ്ട് കർമ്മം ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല, ക്ലേശം ഉണ്ടാവില്ല, അഹങ്കരിക്കില്ല. ഈ പരമാർത്ഥം മനസ്സിലാക്കാതെ, ഈ സത്യം ധരിക്കാതെ, ഈ ബോധത്തെ ബ്രഹ്മത്തെ അറിയാതെ പലതും സത്യമെന്ന് കരുതി ഭൗതിക നേട്ടങ്ങളിൽ അഹങ്കരിക്കുന്നവർക്ക് അത് ആരായാലും, അത് ഇന്ദ്രനായാലും ചന്ദ്രനായാലും ദുഃഖിക്കേണ്ടി വരും എന്ന് കാണിക്കുകയാണ് ഈ കഥാഭാഗം. ഇതൊക്കെ കണ്ട് ഇന്ദ്രന്റെ കൂടെ വന്ന സുരഭി പശു ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു, നമസ്കരിച്ചു. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവാം ഭവതാ ലോകനാഥേന സനാഥാവയമച്യുത. അല്ലയോ വിശ്വേശ്വര, വിശ്വാത്മൻ, ഭഗവാനെ, മഹായോഗിൻ, ലോകനാഥനായ അങ്ങാണ് ഞങ്ങളുടെ നാഥൻ, അങ്ങാണ് ഞങ്ങളുടെ പരദേവത. ശുപാർശ പറയാൻ വേണ്ടിയിട്ട് വിളിച്ച ആ സുരഭി പശു ഇവിടെ എത്തിയപ്പോൾ കാല് മാറി. ഭഗവാനോട് പറഞ്ഞു, അങ്ങാണ് ഞങ്ങളുടെ ഇന്ദ്രൻ, ഞങ്ങളുടെ വംശത്തിനൊരു ആപത്തുണ്ടായ സമയത്ത് രക്ഷിച്ചത് അങ്ങല്ലേ, അല്ലാതെ ഈ ഇന്ദ്രനല്ലല്ലോ, ഈ ദേവേന്ദ്രനല്ലല്ലോ. അതുകൊണ്ട് അങ്ങാണ് ഞങ്ങളുടെ ഇന്ദ്രൻ എന്ന് പറഞ്ഞ് ഭഗവാനെ ഗോവിന്ദ എന്ന് വിളിച്ചും കൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഇന്ദ്രനായി ഭവിച്ചാലും എന്ന് പറഞ്ഞ് ഗോവിന്ദ എന്ന് വിളിച്ചും കൊണ്ട് സുരഭി തൻ്റെ അകിട്ടിലുള്ള പാല് കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്തു. ഇന്ദ്രനാവട്ടെ അമ്മയായിട്ടുള്ള അതിഥിയുടെ നിർദ്ദേശപ്രകാരം ദേവർഷികളുടെ കൂടെ വന്ന് ഐരാവതത്തിന്റെ ആ തുമ്പിക്കൈയിൽ ആകാശഗംഗയും കൊണ്ടുവന്നിട്ടുണ്ട്. സ്വർഗംഗ, അത് ഇന്ദ്രൻ സ്വർഗത്തിൽ നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്വർഗംഗ കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്തു. ഗോവിന്ദ ഇതി ചാഭ്യഥാത്, ഗോവിന്ദ എന്ന് വിളിച്ചും കൊണ്ട് അഭിഷേകം ചെയ്തു. ഭഗവാൻ ചെയ്ത ആ ഗോകുല പാലനത്തെ സ്മരിച്ച് ഗോവിന്ദൻ എന്ന് അഭിസംബോധന ചെയ്തു ഇന്ദ്രൻ. ഇന്ദ്രൻ പറഞ്ഞു, ഭഗവാനെ, ഇനി മുതൽ ലോകത്തിലുള്ള ആളുകൾ അങ്ങേ ഗോവിന്ദൻ എന്ന് കീർത്തിക്കുന്നതാണ്. അപ്പോഴേക്ക് അവിടെ ഗംഭീരമായിട്ടുള്ള പുഷ്പവൃഷ്ടി നടന്നു. ഗന്ധർവ വിദ്യാധര സിദ്ധചാരണന്മാരൊക്കെ വന്നു. അവിടെയൊക്കെ കേമായിട്ട് നൃത്തം വെച്ചു. ഭഗവാനെ സ്തുതിച്ച് കേമായിട്ട് കീർത്തനങ്ങളൊക്കെ പാടി ദേവസ്ത്രീകളൊക്കെ നൃത്തം വെച്ചു. ത്രിലോകവാസികളും ആനന്ദമഗ്നരായി. ആ വൃന്ദാവനം, ആ ഗോകുലം പശുക്കളുടെ പാലുകൊണ്ട് കുതിർന്നു. കൃഷ്ണനെ ഗോവിന്ദനായി അഭിഷേകം ചെയ്ത അവസരത്തിൽ പ്രകൃത്യാ ശത്രുക്കളായ, പ്രകൃത്യാ വൈരികളായ മൃഗങ്ങൾ കൂടി പരസ്പര വൈരമൊക്കെ മറന്നു. ഇങ്ങനെ ശ്രീകൃഷ്ണനെ, ഭഗവാനെ ഗോകുലനാഥനായി, ഗോവിന്ദനായി അഭിഷേകം ചെയ്ത ശേഷം ഇന്ദ്രൻ ഭഗവാനെ തൊഴുതു നമസ്കരിച്ച് ഭഗവാനോട് അനുവാദം വാങ്ങി ദേവന്മാരോട് ഒരുമിച്ച് ദേവലോകത്തേക്ക് പോയി, സ്വർഗത്തിലേക്ക് പോയി. ഇതാണ് ഗോവിന്ദാഭിഷേകം കഥ. ഈ കഥയ്ക്ക് പല തത്വങ്ങളുമുണ്ട്. ഗോവിന്ദൻ എന്ന പദത്തിന്റെ അർത്ഥം പലർത്ഥമുണ്ട്. ഗോ എന്ന് പറഞ്ഞാൽ പശു എന്നർത്ഥമുണ്ട്. പശുക്കളെ രക്ഷിച്ചവൻ, പശുക്കളെ ആനന്ദിപ്പിച്ചവൻ ഗോവിന്ദൻ. ഗോക്കളെ ആനന്ദിപ്പിച്ചവൻ, ഗോകുലത്തെ ആനന്ദിപ്പിച്ചവൻ, ഗോകുലത്തെ രക്ഷിച്ചവൻ, ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്നർത്ഥമുണ്ട്. ഇന്ദ്രിയങ്ങളുടെ അധ്യക്ഷൻ, ഇന്ദ്രിയങ്ങളുടെ നാഥൻ ഗോവിന്ദൻ. ഗോ എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് ജ്ഞാനം എന്നർത്ഥമുണ്ട്. ഗോഭിഹി ഉപനിഷത്ത് വാക്യേഷു വിന്ദതേ ഇതി ഗോവിന്ദ. ഉപനിഷത്ത് വാക്യങ്ങളെ കൊണ്ട് അറിയുന്നവൻ, ബ്രഹ്മം എന്നർത്ഥം. ഇത് ഗോവർദ്ധന ലീലയാണ്, അല്ലെ?
ഗോവിനെ വർദ്ധിപ്പിച്ച കഥ എന്ന് ആചാര്യന്മാർ പറയും. ഗോ എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് ജ്ഞാനം, ഉപനിഷത്ത് എന്നർത്ഥമുണ്ട്. ഉപനിഷത്ത് ജ്ഞാനം മറന്ന്, ജ്ഞാനത്തെ ശ്രദ്ധിക്കാതെ, ജ്ഞാനത്തിനൊരു പ്രാധാന്യം കൊടുക്കാതെ, കർമ്മകാണ്ഡം മാത്രം ശ്രദ്ധിച്ച് കർമ്മത്തിൽ മാത്രം മുഴുകി ഇതെന്തിന് ചെയ്യുന്നു എന്നറിയാതെ ജ്ഞാനത്തെ മറന്ന് കർമ്മത്തിൽ മുഴുകിയ ഒരു ജനതയ്ക്ക് ഉപനിഷത്ത് ജ്ഞാനത്തിലേക്ക് താല്പര്യം ഉണ്ടാക്കി കൊടുത്തു ഭഗവാൻ. ഗോവിനെ വർദ്ധിപ്പിച്ച കഥ, ഉപനിഷത്ത് ജ്ഞാനത്തിലേക്കുള്ള ശ്രദ്ധ ജനങ്ങളിൽ, സാധാരണക്കാരിൽ ഉണ്ടാക്കിയ കഥ, അതാണ് ഗോവർദ്ധന ലീല. ഭഗവാൻ ലോകപാലന്മാരെ ഓരോരുത്തരെയായിട്ട് ജയിക്കുകയാണ്. അതിനുശേഷം പിന്നീട് വരുണജയം അത് വർണ്ണിച്ചു. പിന്നീടാണ് കാമജയം, കാമവിജയ, അതാണ് രാസക്രീഡ എന്ന ഭാഗം. ഭഗവാനപിതാരാത്രീ ശരദോദ്ഫുല്ലമല്ലികാ വീക്ഷിരന്തും മനശ്ചക്രേ യോഗമായാമുപാശ്രിത. ശരത്കാലത്തിലെ ആ രാസപൗർണമി ദിവസം ഭഗവാൻ താ മായയെ സ്വീകരിച്ച് ആ ഗോപസ്ത്രീകളെ ആനന്ദിപ്പിക്കുകയാണ്. തതോടു രാജഃ കകുഭക്കരൈർമുഖം. പൂർണ്ണചന്ദ്രൻ ആകാശത്തിൽ അങ്ങനെ തെളിഞ്ഞ് പ്രകാശിക്കുന്നു. വെള്ളിപ്പരവതാനി വിരിച്ച പോലെ യമുനാപുളിനങ്ങൾ അതങ്ങനെ പ്രകാശമാനമായി തീർന്നു. ഭഗവാൻ തൻ്റെ ആ വേണു ചുണ്ടോട് ചേർത്ത് ഭംഗിയിലങ്ങനെ വേണുഗാനം ചെയ്യുകയാണ്. നിശമ്യഗീതം തദനംഗവർദ്ധനം വ്രജസ്ത്രീയ കൃഷ്ണഗൃഹീതമാനസാഹ. പല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഗോപസ്ത്രീകൾ ഈ വേണുഗാനം കേട്ടില്ലേ, എല്ലാം മറന്ന് അവരതാ ഓടി വരികയാണ്. വ്യത്യസ്ത്ര വസ്ത്രാഭരണാഹ, വസ്ത്രവും ആഭരണവും ഒന്നും ശ്രദ്ധിച്ചില്ല, അതൊക്കെ തമ്മിൽ മാറി. അവരവരുടെ ദേഹം പോലും മറന്ന് ഭഗവാന്റെ ആ വേണുഗാനം കേട്ട് ഓടി വരുന്നു അർദ്ധരാത്രി സമയം. അങ്ങനെ എല്ലാം വിട്ട് ഓടി വന്ന അവർക്ക് ഭഗവാന്റെ ധർമ്മോപദേശം കൊടുക്കുകയാണ്. പതിവ്രതകളായ സ്ത്രീകളുടെ ധർമ്മം ഭർത്താവിനെ ശുശ്രൂഷിക്കലാണ്, ബന്ധുക്കളെ നോക്കലാണ്, അതുതന്നെയാണ് ധർമ്മം എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. അവർ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, ഭഗവാനെ അങ്ങ് പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ധർമാനുഷ്ഠാനം തന്നെയാണ് വേണ്ടത്. ഇവിടെ ഭർത്താവായിരിക്കുന്നതും മക്കളായിരിക്കുന്നതും ബന്ധുക്കളായിരിക്കുന്നതൊക്കെ അങ്ങാണ് എന്ന് ബോധ്യമായി ഞങ്ങൾക്ക്. ഇവിടെ എല്ലാ കർമ്മങ്ങളും ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ധർമാനുഷ്ഠാനം എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങയെ കിട്ടാനല്ലേ? അങ്ങയെ തന്നെ ലഭിച്ച സ്ഥിതിക്ക് ഇനി ധർമാനുഷ്ഠാനം എന്തിന് എന്നവർ ചോദിക്കുകയാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് ഗീതയിലും ഭഗവാൻ പറയണില്ലേ, എല്ലാ ധർമ്മവും വിടാം, അവിടെ എത്തിയാൽ വിടാം, അതിൻ്റെ മുന്നേ വിടരുത്, ആദ്യമേ ധർമ്മത്തെ വിടരുത്. ധർമ്മം എന്ന് പറഞ്ഞാൽ ഉയരാനുള്ള വഴിയാണ്. അപ്പോൾ ആ വഴി ആവശ്യമാണ്, ധർമ്മത്തെ ആദ്യം വിടരുത്. ലക്ഷ്യത്തിലെത്തിയാലോ, ലക്ഷ്യത്തിലെത്തിയാൽ പിന്നെ വഴി ഉപേക്ഷിക്കാം. ചിന്മയാനന്ദസ്വാമി പറയും, ഏതുപോലെ ചോദിച്ചാൽ പോൾ വാൾട്ട് പോലെയാണ്. ഒളിമ്പിക്സിൽ കാണാം ഒരു കളി, ഒരു ഗെയിം, ഒരു വലിയ വടി, അതാണ് പോൾ. അതെടുത്ത് ഓടി വന്ന് കുത്തി അങ്ങോട്ട് പൊന്തും. ആ വടി ഉണ്ടെങ്കിലേ പൊന്താൻ സാധിക്കുള്ളൂ. പൊന്തിക്കഴിഞ്ഞാൽ അവിടെ വിലങ്ങനെ ഒരു വടി വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ അപ്പുറത്തേക്ക് ചാടണം, അതാ വേണ്ടത്. അപ്പുറത്തേക്ക് ചാടണമെങ്കിലോ ഈ കുത്തിയ വടി വിടണം. അത് വിട്ടാലേ, ആ പോൾ വിട്ടാലേ അപ്പുറത്തേക്ക് ചാടാൻ പറ്റുള്ളൂ. അത് പിടിച്ചാലോ ഇവിടെ തന്നെ വീഴും, തോറ്റുപോകും. ഇപ്പോൾ ജയിക്കണമെങ്കിൽ അപ്പുറത്തേക്ക് ചാടണം, ഈ വടി വിട്ട് ചാടണം. പക്ഷേ തന്നെ ഉയരാൻ സഹായിച്ചത് ഈ വടിയാണ്. വടിയാണെന്നും പറഞ്ഞ് അതും പിടിച്ച് അവിടെ ഇരുന്നാൽ താഴത്തേക്ക് തന്നെ വീഴുള്ളൂ. ഉയർന്നു കഴിഞ്ഞാൽ ഈ വടി വിട്ട് അപ്പുറത്തേക്ക് ചാടിക്കൊള്ളണം. ആ പോൾ ആണ് ധർമ്മം എന്നാണ്. നമ്മളെ ഉയരാൻ സഹായിക്കുന്നതാണ് ധർമ്മം. അപ്പോൾ ധർമാനുഷ്ഠാനത്തിലൂടെ ഉയർന്ന് ലക്ഷ്യത്തിലെത്തിയാൽ അതും ഉപേക്ഷിക്കണം. അവിടെ ഭഗവാൻ മാത്രം. അതാണ് സർവധർമാൻ പരിത്യജ്യ. അങ്ങനെയെല്ലാം വിട്ട് വന്നതാണ് ഞങ്ങൾ. കേവലം ഒരു പുരുഷൻ്റെ അടുത്തേക്ക് സ്ത്രീകൾ ഓടി വരുന്നത് പോലെ വന്നതല്ല. ഇവിടെ ഭർത്താവിലും പുത്രന്മാരിലും ബന്ധുക്കളിലും ഒക്കെ ഇരിക്കുന്നത് അങ്ങാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി വന്നതാണ് എന്നവർ പറയണു. അവരുടെ ആ ത്യാഗം, അവരുടെ ആ ഹൃദയം മനസ്സിലാക്കി ഭഗവാൻ അവരുടെ കൂടെ ആത്മാരാമോപി അരീരമത്. ആത്മാരാമനാ ഭഗവാൻ രമിക്കാൻ ഒന്നിൻ്റെ ആവശ്യമില്ല. എങ്കിലും ആ ഭക്തകളെ സന്തോഷിപ്പിക്കാനായി ഭഗവാൻ അവരുടെ കൂടെ നൃത്തം വയ്ക്കുന്നു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം അവർക്കൊക്കെ ലേശൊരു അഹങ്കാരം വന്നു എന്ന് സംശയം. പരമാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് ലേശം അഹങ്കാരം വന്നു. ഞങ്ങൾ ഭഗവാന് വളരെ പ്രിയപ്പെട്ടവരാണ്, ഭഗവാന് ഞാനില്ലാണ്ട വയ്യ എന്ന് ഓരോരോ ഗോപികമാർക്കും തോന്നി. അഹങ്കാരം ഭഗവാൻ വെച്ച് ഉറപ്പിക്കില്ല. ഉടനെ ഭഗവാൻ അപ്രത്യക്ഷമായി, ഭഗവാനെ കാണാതെയായി. അതാണ്, ഭഗവാൻ എവിടെയും പോയില്ല, പക്ഷെ അഹങ്കാരം വന്നപ്പോൾ ആ ഭഗവാന്റെ ഭാവം മറഞ്ഞു. അതാണ്ടായത്. അതോടുകൂടി അവർ പരിഭ്രമിക്കുന്നു, ഭഗവാനെ അന്വേഷിക്കുന്നു. കാണുന്നവരോടൊക്കെ ഭഗവാനെ കണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. കച്ചിത്തുളസി കല്യാണി ഗോവിന്ദചരണപ്രിയേ. അലയോ തുളസി, നീ എപ്പോഴും ഭഗവാന്റെ പാദത്തിൽ ഒട്ടി നിൽക്കുന്നവളല്ലേ, നീ കണ്ടുവോ ഭഗവാൻ പോയ വഴി എന്നിങ്ങനെ കാണുന്നവരോടൊക്കെ അവർ ഭഗവാനെപ്പറ്റി
അന്വേഷിക്കുന്നു. അങ്ങനെ ഭഗവാനെ കിട്ടാൻ വേണ്ടി അവർ കരയുന്നു. ഭഗവാനെ കിട്ടണമെങ്കിൽ കേവലം അന്വേഷണം മാത്രം പോരാ, ഭഗവാന്റെ കാരുണ്യം വേണം, ഭഗവാന്റെ കൃപ വേണം. അത് മനസ്സിലാക്കി അവരിതാ ഭഗവാനെ കിട്ടാൻ വേണ്ടി ഗോപികമാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആ കരച്ചിൽ, അതാണ് ഗോപികാഗീതം. ജയതി തേധികം ജന്മനാവ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്ര ഹി ദയിതദൃശ്യതാം ദിക്ഷു താവകാഃ ത്വയി ധൃതാസവഃ ത്വാം വിചിന്വതേ. താവകാഃ, അവരുടെ ഭാവം മാറി മാറി വരികയാണ്. നേരത്തെ എൻ്റെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അവരിതാ ഇപ്പോൾ താവകാഃ, അല്ലയോ ഭഗവാനെ ഞങ്ങൾ അങ്ങയുടെയാണ്. നോക്കൂ, രണ്ടും തമ്മിൽ ലേശം വ്യത്യാസമുണ്ട്. എൻ്റെ ഭഗവാൻ എന്ന് പറയുമ്പോൾ അതിലൊരു മമത ഉണ്ട്, അതിലൊരു അഹന്ത ലേശമുണ്ട്. എന്നാൽ ഭഗവാനെ ഞങ്ങൾ അങ്ങയുടെയാണെന്ന് പറയുമ്പോഴോ അതിലൊരു പൂർണ്ണ സമർപ്പണമുണ്ട്. ആ ഭാവത്തിലേക്ക് അവർ ഉയരുന്നു. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങ് മറഞ്ഞു നിൽക്കാനുള്ള കാരണം ഞങ്ങൾ ലേശം അഹങ്കരിച്ചതുകൊണ്ടല്ലേ. ഞങ്ങൾക്ക് ബോധ്യായി അങ്ങ് കേവലം ഒരു ഗോപാലനല്ല, നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദ്രക്. അങ്ങ് കേവലം ഗോപികയുടെ പുത്രനല്ല, പിന്നെയോ സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ അന്തര്യാമിയായിട്ട് വർത്തിക്കുന്ന ആ ചൈതന്യം അങ്ങാണ്. ഞങ്ങൾക്ക് ബോധ്യമായി ഭഗവാനെ. ഞങ്ങൾക്കൊരു വിഷമേ ഉള്ളൂ. എന്താ വിഷമം? ഭഗവാന് ഞങ്ങളുടെ വിഷമം എന്താ നിശ്ചയുണ്ടോ? അങ്ങ് ഓരോരോ ലീലയിലൂടെ അങ്ങയിൽ വിശ്വാസം ഉണ്ടാക്കി തീർത്ത് ഇപ്പോൾ ഈ കാട്ടിൽ ഞങ്ങളെ ഒറ്റയ്ക്കാക്കി അങ്ങ് മറഞ്ഞില്ലേ, അതാ ഞങ്ങൾക്ക് വിഷമം. ഞങ്ങളിനി അന്വേഷിച്ച് നടക്കണമൊന്നുമില്ല. അവർ പറയാണ്, ഭഗവാനെ ഞങ്ങളിനി അന്വേഷിച്ച് നടക്കണമൊന്നുമില്ല. ഭാഗ്യമില്ലെങ്കിൽ വേണ്ട, അങ്ങയെ കാണാൻ യോഗമില്ലെങ്കിൽ വേണ്ട കൃഷ്ണ. പക്ഷെ ഞങ്ങളുടെ വിഷമം അതല്ല. ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഈ കാട്ടിലൂടെ കൃഷ്ണ നീ ഓടി നടക്കുന്ന സമയത്ത് നിൻ്റെ ആ കുഞ്ഞിക്കാലുകൾ ഇവിടെ ഈ കാട്ടിലുള്ള മുള്ളു കൊണ്ട് മുറിയോ കൃഷ്ണ. നീ കാരണം ഞങ്ങൾ ദുഃഖിക്കേണ്ടി വന്നാലും ഞങ്ങൾ കാരണം നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, നിനക്ക് വേദന ഉണ്ടാവരുത്. ഇങ്ങനെ അവർ പ്രാർത്ഥിക്കുകയാണ്. അതാണ് അവരുടെ മനഃശുദ്ധി. അവരുടെ മനസ്സ് ശുദ്ധമായി എന്ന് കണ്ട സമയത്തോ അഹങ്കാരം പൂർണ്ണമായും പോയി എന്ന് മനസ്സിലായ സമയത്ത് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. താസാമാവിരഭൂത്ശൗരിഹി സ്മയമാനമുഖാംബുജ പീതാംബരധരസ്രഗ്വീ സാക്ഷാത് മന്മഥ മന്മഥ. കോടി മന്മഥ ലാവണ്യത്തോടു കൂടി ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അവർക്ക് വലിയ സന്തോഷമായി. അവർ ഓടി വരുന്നു ഭഗവാന്റെ അടുത്തേക്ക്. അവരുടെ പരിഭവങ്ങളൊക്കെ ഭഗവാൻ തീർക്കുന്നു. എന്തിനെ അവരെ ഉപേക്ഷിച്ചു എന്നവരുടെ ചോദ്യം. ഭഗവാൻ പറഞ്ഞു, ഞാൻ ഒന്നും അറിഞ്ഞു നിന്നപ്പോൾ നിങ്ങളിതാ എന്നെ തീവ്രമായി ഭജിച്ചില്ലേ, നിങ്ങൾ എന്നെ തന്നെ സ്മരിച്ചിരുന്നില്ലേ, മറ്റൊരു ചിന്തയും നിങ്ങളിലേക്ക് വന്നില്ലല്ലോ. അങ്ങനെ എന്നെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഭക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറി നിന്നത്. സ്നേഹം എന്ന് പറയണത്, ഭക്തി എന്ന് പറയണത് വസ്തുക്കൾ എന്തെങ്കിലും കൊടുക്കലല്ല, എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അങ്ങനെയല്ല, പിന്നെയോ എന്നെ തന്നെ കൊടുക്കുക, തന്നെ സമർപ്പിക്കലാണ്. അത് നിങ്ങൾക്ക് ബോധ്യായില്ലേ? അതിനു വേണ്ടിയാണ് ഞാൻ മാറുന്നത്. നിങ്ങളുടെ ഭക്തി, ആ പ്രേമം അതെനിക്കറിയാം എന്ന് പറയുന്നു. അങ്ങനെ ഭക്തകളായ ആ ഗോപികമാരുടെ കൂടെ ഭഗവാൻ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് അവരുടെ കൂടെ നൃത്തം വയ്ക്കുന്നു. ആനന്ദ നൃത്തം. യഥാർഭകസ്വ പ്രതിബിംബ വിഭ്രമ. എടുത്തു പറഞ്ഞു ഭഗവാൻ അവരുടെ കൂടെ നൃത്തം വെച്ചു. ഏതുപോലെ? ഒരു കൊച്ചുകുട്ടി അതിന് ധാരാളം കണ്ണാടികളുള്ളൊരു മുറിയിലായി കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് തന്നെ കാണും കണ്ണാടിയിൽ. എന്നിട്ടോ അത് കളിക്കാൻ തുടങ്ങും, അത് ചിരിക്കും, അത് കളിക്കും. അതാരോടാ കളിക്കണത് ചോദിച്ചാൽ എന്താ ഉത്തരം? ആ കുട്ടി ആരോടാ കളിക്കണത്? ആരോടാ കളിക്കണത് ചോദിച്ചാൽ സ്വപ്രതിബിംബ വിഭ്രമ. തൻ്റെ പ്രതിബിംബത്തിനോട്, മറ്റൊരാളോടല്ല, തന്നോട് തന്നെയാണ് കളിക്കുന്നത്. അവിടെ കുട്ടിയേ ഉള്ളൂ, മറ്റാരുമില്ല. ഇതുപോലെ ഇവിടെ ഭഗവാനേ ഉള്ളൂ. ഇവിടെ ഗോപസ്ത്രീകളിലും ഭഗവാനാണ്, ഗോപന്മാരിലും ഭഗവാനാണ്, സകലരിലും ഇരിക്കുന്നത് ഭഗവാനാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ അവിടെ യഥാർഭകസ്വ പ്രതിബിംബ വിഭ്രമ. കുട്ടി തൻ്റെ നിഴലിനോട് കളിക്കുന്നത് പോലെ കളിച്ചു. അങ്ങനെ ആ ഭക്തകളോടുകൂടെ നൃത്തം വയ്ക്കുന്നു. ആ രാസനൃത്തം ചെയ്യുന്നു. കാലം പോലും നിശ്ചലമായി എന്നാണ്. അത് കാണാനായിട്ട് ബ്രഹ്മാദി ദേവന്മാരൊക്കെ ചുറ്റും നോക്കി നിൽക്കുകയാണ്. നാരദാദി ഋഷീശ്വരന്മാർ. വെറും ഒരു കാമലീലയാണെങ്കിൽ നാരദാദി ഋഷീശ്വരന്മാർ നോക്കി നിൽക്കുമോ? ഒരിക്കലുമില്ല. ഇത് രാസലീല. രസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നർത്ഥം. രസോ വൈ സഹ. രസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ആ ബ്രഹ്മലീല, ആ ബ്രഹ്മാനുഭൂതിയാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന വിധം വർണ്ണിക്കുന്നത്. ഈ ലീല വെറും ലൗകിക ലീലയല്ല, ഇത് മനസ്സിനെ ശുദ്ധാക്കാൻ പറ്റിയ ഒരു അത്ഭുത ലീലയാണ് എന്ന് ബോധിപ്പിക്കുകയാണ്. ഇവിടെ നൃത്തം വെച്ചു, ഇവിടെ ആനന്ദ നൃത്തം, രാസലീല എന്ന് പറയുന്നത് എന്താ? ഈ ഭഗവാനെ അറിഞ്ഞാലുള്ള ആ ആനന്ദം, ആ അനുഭൂതി എങ്ങനെ അറിയിക്കും? മൂക ആസ്വാദനവത്ത് എന്നാണ്. മിണ്ടാൻ വയ്യാത്ത ആളെ ആസ്വദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അത് മറ്റുള്ളവരൊക്കെ ബോധിപ്പിച്ചു കൊടുക്കും? അത് ചില ചിഹ്നങ്ങളും ചില ചേഷ്ടകളിലൂടെയും ബോധിപ്പിക്കും. അതേപോലെ
ഇവിടെ ഈ ആനന്ദത്തെ പ്രകടിപ്പിക്കുകയാണ്. അതാണ് നൃത്തം വച്ചു. നൃത്തത്തിലൂടെ, ആനന്ദ നൃത്തത്തിലൂടെ അവരനുഭവിച്ച ആ ആനന്ദം അവർ പ്രകടിപ്പിക്കുകയാണ്. അതാണ് ആനന്ദ നൃത്തം, അതാണ് രാസനൃത്തം. ഇങ്ങനെ കഥ വർണ്ണിച്ച സമയത്ത് പരീക്ഷിത്ത ഒരു ചോദ്യം ചോദിക്കുന്നു, നമുക്കൊക്കെ ഉള്ള സംശയം. എന്നാലും ശ്രീശുക ബ്രഹ്മർഷിയെ ഭഗവാൻ അന്യരെ സ്പർശിച്ചില്ലേ? അവിടെയുള്ള ഗോപസ്ത്രീകളൊക്കെ ഭഗവാൻ സ്പർശിച്ചു, അവരുടെ കൂടെ നൃത്തം വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അപ്പം അതിനുള്ള ഉത്തരമാണ് പരീക്ഷത്തെ, ഭഗവാനിൽ നിന്ന് അന്യമായി വല്ലതും ഉണ്ടോ? അതാണ് ചോദ്യം. ഭഗവാനിൽ നിന്ന് അന്യമായി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഭഗവാനല്ലാത്തൊരു വസ്തുവില്ല. ഇവിടെ സ്ത്രീയായിട്ടിരിക്കുന്നതും പുരുഷനായിട്ടിരിക്കുന്നതും, സ്ത്രീയുടെ സ്ത്രീത്വം, പുരുഷൻ്റെ പുരുഷത്വം, നപുംസകൻ്റെ നപുംസകത്വം, ഇതൊക്കെ ഭഗവാനാണ്. എല്ലാം ഭഗവാൻ. അപ്പം ഈ ഒരു തത്വം ബോധിപ്പിക്കാൻ വേണ്ടി ചില കഥകളിലൂടെ, ചില ലീലകളിലൂടെ ഈ തത്വം ബോധിപ്പിക്കുന്നു. നമുക്ക് ശ്രദ്ധ കിട്ടാൻ പാകത്തിന് ലൗകിക കഥയിലൂടെ ഈ തത്വം ബോധിപ്പിക്കുകയാണ്. ഇതാണ് ഋഷിമാരുടെ രീതി. ഇത് ആര് മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, അവർക്ക് ഹൃദ്രോഗമാശ്വപഹിനോതി അചിരേണ ധീരഹ. ഹൃദ്രോഗല്യാണ്യവും, ഹൃദയത്തിലുള്ള ആ കൽമഷങ്ങൾ തീരും. കാമം, ക്രോധം, ലോഭം, ഈർഷ്യ ഒക്കെ പോയി ഭക്തി വർദ്ധിച്ച് ഹൃദയം ശുദ്ധമാവും എന്ന് ഫലശ്രുതി. ഇതാണ് രാസക്രീഡ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.